റെഡിയാണ് മാഷ്. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ബ്രണ്ണൻ റിസർച്ച് ഓറിയന്റേഷൻ വർക്ക്ഷോപ്പ് സീരീസ് ബ്രൗസ് 2021 മൂന്നാം ദിവസമായ ഇന്ന് ഡാറ്റ അനാലിസിസ് എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് നടക്കുകയാണ്. അപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് എല്ലാവരെയും എല്ലാ പാർട്ടിസിപ്പൻറ്റിനെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് സെഷൻ്റെ റിസോഴ്സ് പേഴ്സണായ ഡോക്ടർ വിനീത് കെ എം സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടിയായ പ്രിയപ്പെട്ട മൃദുല മോഹൻ മാഡത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സുരേഷ് സർ. കോർഡിനേറ്റർ കൂടിയായ സുരേഷ് ബാബു സർ, പ്രിൻസിപ്പൽ ഡോക്ടർ ജിസ ജോസ്, HOD സന്തോഷ് സർ, റിസോഴ്സ് പേഴ്സൺ മൈ ഡിയർ വിനീത്, മൈ കൊലീഗ്സ്, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ ബ്രൗസ് റിസർച്ച് ഓറിയൻറ്റേഷൻ വർക്ക്ഷോപ്പ് സീരീസിൻ്റെ മൂന്നാം സെഷനിലോട്ട് പോവാണ്. നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം എങ്ങനെ ഇൻ്റലിജൻ്റ്ലി നമുക്കൊരു റിസർച്ച് പ്രോബ്ലം എങ്ങനെ ഫോമുലേറ്റ് ചെയ്യാമെന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ നല്ലൊരു ക്വസ്റ്റിനെയർ ഫോം ചെയ്യാമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു. ഇന്ന് നമുക്ക് ഡാറ്റ അനാലിസിസ് യൂസിങ് SPSS അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വിനീതിനെ ഞാൻ എല്ലാവർക്കും വേണ്ടി വിനീതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ടീച്ചർ. Celebrity endorsement of jewelry. Please cooperate with the small survey for academic purpose. Dr. Vineet KM. Gender: male, female, others. Age: below 25, 25 to 40, above 40. Instructions: for the following items or statements, mark 5 for strongly agree, 4 for agree, 3 for neutral, 2 for disagree, and 1 for strongly disagree. Attractiveness: credibility of celebrity endorser. Add recall: purchase intention. Rank your favorite male celebrities from Bollywood, famous in product endorsements. Rank should be from 1 to 7 in preferential order.
Rank your favorite female celebrities from Bollywood, famous in product endorsements. Thank you for your cooperation. Survey is over. Let us go to the data analysis part of celebrity endorsement of jewelry. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തത് എല്ലാവരും കണ്ടതാണ്. അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ കാരണം ആ റാങ്കിങ് ക്വസ്റ്റ്യനിൽ ലോക്കാണ്. ആ ലോക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് കൊടുത്താലേ നമുക്ക് റാങ്കിങ് ചോദ്യം കൃത്യമായിട്ട് റാങ്ക് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ലോക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാത്തിനും 1 ഇട്ട് കളയും, അല്ലെങ്കിൽ എല്ലാത്തിനും 5 ഇട്ട് കളയും. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാറ്റ കിട്ടില്ല. സോ ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന ആളെ കൊണ്ട് നല്ല ഡാറ്റ ഫില്ല് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ലോക്കാണത്. അത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കൃത്യമായിട്ട് റാങ്ക് ചെയ്ത് തന്നെ കിട്ടും. കമ്പൽസറി റാങ്കിങ് അവിടെ സംഭവിക്കും. അപ്പോൾ എനിവേ യു ആർ ഫെമിലിയർ വിത്ത് ദി ക്വസ്റ്റ്യനെയർ, നിങ്ങളത് കണ്ടതാണ്. ഇനി ആ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതിന്റെ മോഡൽ നിങ്ങൾ ഒരു പക്ഷെ ഓർക്കുന്നുണ്ടാവും. ഞാൻ മെഷർമെന്റിന്റെ സമയത്ത് കാണിച്ചു തന്ന ചോദ്യമാണ്. അട്രാക്റ്റീവ്നെസ്, ക്രെഡിബിലിറ്റി, ഇത് രണ്ടും ആഡ് റീകോളിലേക്ക് നയിക്കുന്നു, അതുപോലെ തന്നെ പർച്ചേസ് ഇനിഷ്യലിലേക്ക് നയിക്കുന്നു. 2 ചോദ്യങ്ങളാണ് നമ്മളവിടെ ഉണ്ടായിരുന്നത്. വി ഹാഡ് 2 റിസർച്ച് പ്രോബ്ലംസ്, വെദർ അട്രാക്റ്റീവ്നെസ് ആൻഡ് ക്രെഡിബിലിറ്റി ലീഡിംഗ് ടു ആഡ് റീകോൾ ആൻഡ് വെദർ അട്രാക്റ്റീവ്നെസ് ആൻഡ് ക്രെഡിബിലിറ്റി ലീഡിംഗ് ടു പർച്ചേസ് ഇന്റൻഷൻ ഓഫ് ജ്വല്ലറി പ്രൊഡക്ട്സ്. അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. കാര്യം നമ്മൾ പരസ്യമൊക്കെ ഒരുപാട് കാണും, നല്ല ഓർമ്മയുണ്ടാവും, പക്ഷേ മേടിക്കലൊക്കെ കണക്കായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി, മെയിൻലി ബിക്കോസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അപ്പോൾ എനിവേ അതോടെ ഒന്നോട്ടെ, കോസ്റ്റ്ലി അല്ലാത്തതും ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ എനിവേ അത് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ചെയ്യാം. 79 റെസ്പോൺസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ അതേ ക്വസ്റ്റ്യനർ തന്നെയാണ് ഷെയർ ചെയ്ത. കാര്യം എനിക്കറിയാം അത്ര അധികം റെസ്പോൺസ് ഒന്നും കിട്ടില്ല എന്നുള്ളതും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ 30 പേർക്ക് അത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 109 റെസ്പോൺസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. എക്സൽ ഫയൽ തന്നെ നിങ്ങളുടെ തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ എക്സൽ ഫയൽ എങ്ങനെ എടുത്തതെന്ന് തൊട്ട് കാണിക്കാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഫോമിൽ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റർ ആയിട്ടുള്ള എഡിറ്റർ ആയിട്ടുള്ള ഗൂഗിൾ ഫോം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെസ്പോൺസ് കാണാൻ സാധിക്കും. അല്ലാത്തതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എഡിറ്റർക്ക് മാത്രമേ ഇത് കാണാൻ സാധിക്കൂ. എഡിറ്റർക്കോ കൊളാബറേറ്റർക്കോ മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ. ഞാനിവിടെ റെസ്പോൺസ് എടുത്ത് നോക്കി. റെസ്പോൺസിൽ ഞാനിത് ക്ലോസ് ചെയ്തു. 109 നിങ്ങൾക്ക് അയച്ചു തന്നു. ഞാനിവിടെ ഈ പച്ച ബട്ടൺ ഞെക്കും. ദാറ്റ് ഈസ് വ്യൂ റെസ്പോൺസസ് ഇൻ ഷീറ്റ്സ്. ഗൂഗിൾ ഷീറ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷീറ്റിലേക്ക് എടുത്തു. ഇവിടെ ഇട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സാധാരണ എക്സൽ നമുക്ക് പരിചയമുള്ള സാധനത്തിലേക്ക് വരുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഡൗൺലോഡ് ആസ് എക്സൽ, ഈ ഫയലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഡൗൺലോഡഡ്. ഞാൻ ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. ഇനി ആ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആ എക്സലിനെ നമ്മളുടെ SPSS എടുക്കുന്നതിന് മുമ്പ് ഇഫ് യു വോണ്ട് യു ക്യാൻ ഡു സം മോഡിഫിക്കേഷൻസ്. SPSS ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല മോഡിഫിക്കേഷൻ വേണ്ടി വന്നാലും. എന്നാലും പറയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. അതെന്താണെന്ന് ഇവിടെ ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. എക്സൽ ഇസ് ഈസി ടു എഡിറ്റ്. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ടൈം സ്റ്റാമ്പ് ആൾക്കാർ എപ്പോൾ ഉത്തരം പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ജെൻഡറും ഏജും ഇരുന്നോട്ടെ. നമുക്കത് നമ്പർ കോഡാക്കി മാറ്റണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്.
അട്രാക്റ്റീവ്നെസ്സിന്റെ ആ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സ്റ്റേറ്റ്മെന്റും വേണമെന്നില്ല, നമുക്ക് ഇത് A1 എന്നെടുത്താലും മതി. ബിക്കോസ് വി ആർ നോട്ട് ഗോയിങ് ടു അനലൈസ് ഇറ്റ് ഇൻഡിവിജ്വലി. A1, A2, A3, A4, A5 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അട്രാക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ശരിക്കും ആ മോഡലിൽ 6 ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വിട്ടുപോയതാണ് ടൈപ്പ് ചെയ്തപ്പോൾ. തൽക്കാലം നമുക്ക് 5 ഉള്ളൂ നമ്മൾ വിചാരിച്ചേക്കാം. ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് C1, C2, C3, C4, C5 ആ പേര് കൊടുക്കുന്നു. ഞാൻ അടുപ്പിക്കുന്നത് നമുക്ക് ഒരേ സ്ക്രീനിൽ തന്നെ എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അടുപ്പിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ല. ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി ആഡ് റീകോൾ നമ്മൾ പറയുന്നത് R1, R2, R3, R4, R5 അതിന് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. പർച്ചേസ് ഇന്റൻഷൻ ഉണ്ട്. സോ P1, P2, P3, P4, P5. പിന്നെ നമ്മുടെ ചോദ്യം റാങ്ക് യുവർ ഫേവറേറ്റ് മെയിൽ സെലിബ്രിറ്റീസ് എന്നായിരുന്നെങ്കിലും നമുക്കിത് ഈ ഐറ്റം എന്ന് പറയുന്ന അമിതാഭ് ബച്ചനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അപ്പൊ നമ്മൾ അമിതാഭ് ബച്ചന് മാത്രം മതി. നമുക്കത് ഡിലീറ്റിംഗ് ദി അതർ പാർട്ട്. എനിക്ക് അമിതാഭ് ബച്ചൻ മാത്രം മതി, ഇത് ഷാറൂഖ് ഖാൻ എന്ന് മാത്രം മതി. അതുകൊണ്ടാണ് ചെറിയൊരു ക്ലീനിങ് പ്രോസസ് വേണമെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ കഥ മുഴുവനും നമ്മുടെ ടേബിളിൽ വരും. നമുക്ക് ടേബിളുകൾ നല്ല ഭംഗിയിലിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും നല്ല ഭംഗിയിലിരിക്കണം. അതിനെയാണ് കമ്പ്യൂട്ടറിൽ ജിഗോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നാണ് പറയുക. പൊട്ടത്തരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പൊട്ടത്തരായിരിക്കും ഇങ്ങോട്ട് തരിക. സ്പെല്ലിങ്, സ്പേസ്, കുത്ത്, കോമ, ക്യാപിറ്റലൈസേഷൻ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കുന്നോ അങ്ങനെ വരുള്ളൂ. രൺവീർ സിംഗ് വരെയുള്ള നടന്മാരുടെ കാര്യമായി. ഇനി അത് കഴിഞ്ഞ നടിമാരുണ്ട്. ദീപിക പദുക്കോൺ ഉണ്ട്, ഐശ്വര്യ റായ് ഉണ്ട്. ശർമ്മ, കത്രീന കൈഫ്, ദിഷ പഠാണി, and last one Kareena Kapoor. So our data is ready for importing to SPSS. നമ്മളിത് ഞാനൊന്ന് സേവ് ചെയ്യാണ് തൽക്കാലം. ഡൗൺലോഡ്സിലുണ്ട്, എൻ്റെ ഡൗൺലോഡ്സിൽ കിടക്കുന്ന ഫയലാണ്. ഞാൻ തൽക്കാലം അതിൻ്റെ പേരൊന്ന് മാറ്റുകയാണ്. കാരണം മനസ്സിലാവണ്ടേ, പെട്ടെന്ന് ഇതേ ഫയൽ വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പേര് മാറ്റുകയാണ്. സേവ് ആസ് ബ്രണ്ണൻ സാമ്പിൾ. ഓക്കെ, ഐ എം ക്ലോസിംഗ് ദ ഡേറ്റ. നമുക്ക് അറിയാം 109 ഡാറ്റയാണ് ഉള്ളത്. ഐ എം ക്ലോസിംഗ് ദി റെസ്പോൺസ്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ. SPSS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് പോവാണ്. SPSS തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് 25ാമത്തെ വേർഷനാണ്. ഇപ്പം 28 വരെയൊക്കെ ഉണ്ട്. സോ ഞാൻ അതിൻ്റെ ബ്ലാങ്ക് വിൻഡോ, SPSSന്റെ സോഫ്റ്റ്വെയറിൻ്റെ ഘടന ഒന്ന് ആദ്യം പരിചയപ്പെടാം. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ വലത്ത് ഈ കർസർ ഇരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ IBM SPSS സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോസസർ ഇസ് റെഡി എന്ന് കാണിച്ചിട്ടുണ്ടാവണം. ഇൻസ്റ്റലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കില്ല. ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ SPSSന് പൊതുവേ നമ്മൾ തുറക്കുമ്പോൾ തന്നെ 2 വിൻഡോ ആണ് ഉണ്ടാവുക. ഒന്ന്
ഡേറ്റ എഡിറ്റർ വിൻഡോ, മറ്റൊന്ന് ഡാറ്റ ഔട്ട്പുട്ട് വിൻഡോ ആണ് പറയുന്നത്. ഈ ഔട്ട്പുട്ട് വിൻഡോയിലാണ് ഔട്ട്പുട്ട് എല്ലാം വരുന്നത്. ഡേറ്റ എഡിറ്റർ വിൻഡോയിന് നമ്മൾ എക്സൽ ഷീറ്റ് പോലെ ഇരിക്കും കണ്ടാൽ, പക്ഷേ എക്സൽ ഷീറ്റിൽ 3 ഷീറ്റാണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക. 3-ലധികം ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. എത്ര ഷീറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ 2 ഷീറ്റേ ഉള്ളൂ. ഒന്ന് ഡാറ്റ വ്യൂ, മറ്റൊന്ന് വേരിയബിൾ വ്യൂ ആണ്. ഡേറ്റ വ്യൂവിലാണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത്. വേരിയബിൾ വ്യൂവിലാണ് വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ സാമ്പിൾ വെറുതെ കാണിച്ചു തരാം. ജെൻഡർ, ഏജ്, ഇങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് എനിക്കിവിടെ ഡാറ്റ എൻട്രി ചെയ്യാം. ഞാൻ അതായത് സാമ്പിൾ കാണിക്കുകയാണ്. കാര്യം SPS കുട്ടികൾക്ക് അറിയണമല്ലോ, ഡാറ്റ എൻട്രി പഠിക്കണമല്ലോ. അതുകൊണ്ട് ഡെസിമൽ ഞാൻ 0 ആക്കി കൊടുത്തു. ലേബൽ എന്ന് പറയുന്നിടത്ത് എനിക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ലേബലിന്റെ സ്ഥാനത്ത് അവിടെ നെയിമിംഗ് കൺവെൻഷൻസ് ഇല്ല. വേരിയബിൾ നെയിമിൽ പക്ഷേ നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. പേര് കൊടുക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളോ ആചാരക്രമങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറും കൊണ്ട് തുടങ്ങാൻ പറ്റൂല, ലെറ്ററിൽ തുടങ്ങണം. സ്പേസ് പറ്റൂല, അണ്ടർസ്കോർ മാത്രമേ സിമ്പിൾ ആയിട്ട് എടുക്കുകയുള്ളൂ. ഡോട്ടും കൂടി എടുക്കും കേട്ടോ, ഡോട്ട് എടുക്കും. അത് തിയറിയിൽ പറഞ്ഞിട്ടില്ല, പ്രാക്ടിക്കലി ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. ഡോട്ട് എടുക്കും, പക്ഷെ വേണ്ട, അണ്ടർസ്കോർ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് തന്നെ പഠിക്കാം. അണ്ടർസ്കോർ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ സപ്പോസ് ആനുവൽ ഇൻകം എന്നാണെങ്കിൽ ആനുവൽ അണ്ടർസ്കോർ ഇൻകം എന്ന് കൊടുക്കേണ്ടി വരും. പക്ഷെ ടേബിളിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോറല്ലേ? അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ആനുവൽ ടേബിളിൽ എനിക്ക് എങ്ങനെയാണോ വരേണ്ടത് അങ്ങനെ ഞാൻ ലേബൽ കൊടുക്കും. ഇവിടെ ജെൻഡർ ഓഫ് റെസ്പോണ്ടൻസ് കൊടുക്കാം. അപ്പൊ അങ്ങനെ വന്നോളൂ കൃത്യമായിട്ട്. ലേബൽ കൊടുത്താൽ ലേബലേ വരുള്ളൂ. ലേബൽ കൊടുത്തില്ലെങ്കിൽ വേരിയബിൾ നെയിം ആയിരിക്കും വരിക. If I want a detailed label, you can give a maximum detailed label. നമ്മുടെ ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. ഡെസിമൽ പ്ലേസ് കുറച്ചിട്ടു, ഓക്കെ. പിന്നെ വരുന്നത് വാല്യൂസ് ആണ്. ഈ ജെൻഡറിന്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 1 ഫസ്റ്റ് കോഡ് ഞാൻ മെയിലിന് കൊടുത്തു, ലേബൽ കൊടുത്തു. സെക്കൻഡ് കോഡ് 2 ഇമെയിലിന് കൊടുക്കുന്നു. തേർഡ് കോഡ് അതേഴ്സ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാണ്. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ എന്താന്ന് സിസ്റ്റത്തിന് മനസ്സിലായി, 2 എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി, 3 എന്ന് പറഞ്ഞാൽ എന്തായാലും മനസ്സിലായി. 4 എന്ന് അടിച്ചാലോ? 4 എന്ന് അടിച്ചാൽ 4 എന്ന് തന്നെ കാണിക്കും. അതിന് പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മൾ. അപ്പൊ അത് തെറ്റാണ്. നമ്മുടെ ഡാറ്റ എൻട്രി മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ലേബൽ കൊടുത്താൽ, വാല്യൂ ലേബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് യുവർ ഡാറ്റ എൻട്രി മിസ്റ്റേക്സ്. ദെൻ ഏജ് ഞാൻ ബിലോ 25 എന്ന് കൊടുക്കുകയാണ്. 25 to 40 എന്ന് കൊടുക്കുകയാണ്. 3 above 40 എന്ന് കൊടുക്കുകയാണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ഡിഫൈൻഡ് ആണ്. 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ അത് തെറ്റാണ്. 4, 5, 6 ഒക്കെ കൊടുത്താൽ ഡാറ്റ എൻട്രി മിസ്റ്റേക്ക് ആണ്, നമ്മളത് തിരുത്തണം. അതാണ്. അപ്പോൾ വാല്യൂ ലേബിൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഡാറ്റ മിസ്സിംഗ് ആണെങ്കിൽ എത്ര കൊടുക്കണം എന്ന ചോദ്യം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ അത് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. തന്നെത്താനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ എന്താ പറയണേ, നമ്മുടെ ഇഷ്ടത്തിനായിരിക്കില്ല ഡാറ്റ പ്രവർത്തിക്കുക. അത് വേണ്ട. പിന്നെ ഇവർ ചോദിക്കുന്നത് ഇതിന്റെ മെഷർ എന്താണെന്നുള്ളതാണ്. ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പഠിപ്പിച്ചു. അതെന്താണ്? കാറ്റഗറിക്കൽ വേരിയബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നോമിനൽ വേരിയബിൾ ആണ്. സോ ഐ വിൽ ബി ക്ലിക്കിംഗ് ഇൻ ജെൻഡർ. സോ അവർ ചോദിക്കും 3 തരമാണ് ചോദിക്കുന്നത്. നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, സ്കെയിൽ ആണോ? അവിടെ അതിന്റെ പടം നോക്കിക്കോളൂ. നോമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കളറാണ് കാണിച്ചിട്ടുള്ളത്. തരംതിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കളറുകൾ അതിനല്ലേ. RGB ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. റെഡ് ഗ്രീൻ ബ്ലൂ. റെഡ് ഗ്രീൻ ബ്ലൂ ഉപയോഗിച്ചിട്ടാണല്ലോ ബാക്കി എല്ലാ കളറും ഉണ്ടാക്കുന്നത്. അപ്പോ RGB 3 കളർ അവിടെ കാണിച്ചിട്ടുണ്ടാവുക, റെഡ് ഗ്രീൻ ബ്ലൂ. അതായത് തരംതിരിക്കാനുള്ളതാണോ, നോമിനൽ ആണോ? നോമിനൽ ആണ്. ഏജ് നോമിനൽ ആണ്. നമ്മൾ പറയാം നമ്മുടെ തിയററ്റിക്കലി നോമിനൽ ആണ്. ചില പുസ്തകങ്ങളിൽ അതിനെ ഓർഡിനൽ എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താ? ബിലോ 25 ഇസ് യങ്ങർ ദാൻ 25 to 40. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നോമിനൽ തന്നെ വിളിക്കാം. ഇതൊക്കെ നോമിനൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇനി ഓർഡർ ഉള്ള റാങ്ക് ഡാറ്റ ആണെങ്കിൽ അത് ഓർഡിനൽ ഡാറ്റ എന്ന് കൊടുക്കണം. അതല്ല സ്കെയിൽ ഡാറ്റ ആണെങ്കിൽ, ഇന്റർവെൽ സ്കെയിലോ റേഷ്യോ സ്കെയിലോ ആണെങ്കിൽ സ്കെയിൽ ഡാറ്റ എന്ന് കൊടുക്കാം. ഓർഡിനൽ, സോറി ഇത് ഓർഡിനൽ അല്ല, നോമിനൽ തന്നെയാണ്. ഇവിടെ ഞാൻ ലേബിൾ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. കാര്യം നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല, നമ്മൾ വേറെ വരുമല്ലോ, സാമ്പിൾ വേറെ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാറ്റ വ്യൂവിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇതെല്ലാം വന്നിട്ടുണ്ടാവും. കണ്ടോ, ജെൻഡർ, ഏജ്, ആനുവൽ ഇൻകം. അപ്പൊ ഞാനിവിടെ ഡാറ്റ എൻ്റർ ചെയ്യണം. എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യർ എടുത്തു. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്പർ യുവർ ക്വസ്റ്റ്യൻസ്. ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് സീരിയൽ നമ്പർ ഇട്ടിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം എന്തെങ്കിലും തെറ്റ് പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിലും അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ സീരിയൽ നമ്പർ വെച്ചിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു. അതൊരു മെയിൽ ആയിരുന്നു. അയാള് രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. ആനുവൽ ഇൻകം രണ്ടാമത്തെ ഗ്രൂപ്പായിരുന്നു എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആനുവൽ ഇൻകം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി ലേബിൾസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു. അത് ഫീമെയിലിന്റെ ആയിരുന്നു. ഏജ് ഗ്രൂപ്പ് 1 ആയിരുന്നു. അത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെട്ട ആളായിരുന്നു. ഐ ജസ്റ്റ് കണ്ടിന്യൂ ഇൻ ഡാറ്റ എൻട്രി. ഞാൻ ഡാറ്റ അടിച്ച് പോവാണ്. ഡാറ്റ എൻട്രി അടിച്ച് പോകുന്നു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഈ 1 to A എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് വാല്യൂ ലേബിൾസ് തമ്മിലുള്ള ടോഗിൾ ബട്ടൺ ആണ്. ടോഗിൾ ബിറ്റ്വീൻ വാല്യൂ ലേബിൾസ് ആൻഡ് നമ്പേഴ്സ്. വാല്യൂവിന് ലേബിൾ ഉണ്ടെങ്കിൽ ആ ലേബൽ ആയിരിക്കും കാണിക്കുക. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ 1 ഉം 2 ഒക്കെ മാറി മെയിൽ, ഫീമെയിൽ, അതേഴ്സ് എന്ന് വന്നു. ഏജ് നമ്പർ വന്നു. ആനുവൽ ഇൻകത്തിന് മാത്രം നമ്പർ വന്നില്ല. കാരണം എന്താ? അതിന്റെ ലേബിൾസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. ഇനി ജെൻഡറിന്റെ അവിടെ ഞാൻ അറിയാതെ 4 അടിച്ചു. അത് 4 തന്നെ കിടക്കും. ഇപ്പുറത്ത് 1 അടിച്ചു. അത് ബിലോ 25 ആയിക്കോളൂ. കാരണം എന്താ? അത് ഡിഫൈൻഡ് ആണ്, മറ്റേത് ഡിഫൈൻഡ് അല്ല. ദിസ് ഇസ് ഡേറ്റ എൻട്രി ആൻഡ് ഡേറ്റ എഡിറ്റിംഗ് ഇൻ SPSS. നമ്മൾ സിലബസ് പ്രകാരം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് പ്രൊസീജിയർ ഇങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഗൂഗിൾ ഫോം വഴിയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും യു വിൽ ഹാവ് ഇലക്ട്രോണിക് ഡാറ്റ വിത്ത് യു. ഇനി വീണ്ടും എൻ്റർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം നമുക്ക്? വി വിൽ ബി സിംപ്ലി ഇമ്പോർട്ടിംഗ് ദി ഡേറ്റ. ഞാനിതെല്ലാം ക്ലിയർ ചെയ്തു. ഐ എം ഗോയിങ് ടു ഇമ്പോർട്ട് ഡേറ്റ. സോ ഫയൽ, ന്യൂ, ഓപ്പൺ ഡേറ്റ. ഡൗൺലോഡ്സിൽ ബ്രണ്ടൻ സാമ്പിൾ എന്നല്ലേ സേവ് ചെയ്തത്? ഞാൻ എക്സൽ ഫയലാണ് സേവ് ചെയ്തത്. അപ്പോൾ എക്സൽ തപ്പണം. എക്സൽ എന്നുള്ള ഫോർമാറ്റ് തപ്പണം. എന്നിട്ട് അതിൽ ബ്രണ്ടൻ സാമ്പിൾ എന്നുള്ള ഫയൽ നോക്കാം. ബ്രണ്ടൻ സാമ്പിൾ ഫയൽ ഓപ്പൺ. ഇത്തിരി സമയം എടുക്കും കേട്ടോ. എടുത്തു, വന്നു. അവർ റീഡ് ചെയ്തു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, A1 മുതൽ AK 110 വരെയുള്ള ഫയൽ അല്ലേ? AK 110 വെച്ച് കഴിഞ്ഞാൽ ഹെഡർ റോയും കൂടി കൂട്ടി കഴിയുമ്പോൾ 109 ഡാറ്റയാണ്. 109 + 1 110 ആയിരിക്കും എണ്ണം. ആ 110 ഡാറ്റയുള്ള സാധനം അല്ലേ എന്നാണ് ചോദിച്ചേക്കണേ. അതെ, ഓക്കെ. ഡാറ്റ ഇമ്പോർട്ടഡ് ആയി. പക്ഷെ എന്താണ് ഒരു കുഴപ്പം? ഇവിടെ നോമിനൽ ഒക്കെ ആണ്, പക്ഷെ ഇവിടെ ഒരു A കണ്ടോ? ഈ ജെൻഡർ, ഏജിലൊക്കെ ഇവിടെ ഒരു A കണ്ടോ? അത് കമ്പ്യൂട്ടറിൽ നോക്കുന്നവർക്കേ കാണാൻ പറ്റുള്ളൂ. മൊബൈലിൽ നോക്കുന്നവർക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ സൂം ചെയ്യുക. ഈ ജെൻഡറിന്റെ അവിടെ ഒരു A ഉണ്ട്, ഏജിന്റെ അവിടെ ഒരു A ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇത് ന്യൂമറിക് ഡാറ്റ അല്ല. ആൻഡ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഇത് ഓട്ടോമാറ്റിക്കലി ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്തിട്ടുള്ളത്. സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളുടെ കൂട്ടം, വാക്കുകളുടെയോ ചിഹ്നങ്ങളുടെയോ കൂട്ടത്തെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ന്യൂമറിക് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? നമ്പേഴ്സ്. വി നീഡ് നമ്പേഴ്സ്. നമുക്ക് ബാക്കി എല്ലാം നമ്പറാണ്. ഇത് രണ്ടും മാത്രം നമ്പർ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഐ ഷുഡ് കൺവേർട്ട് ദി സ്ട്രിങ് ഡേറ്റ ടു നമ്പേഴ്സ്. അതിന് ഇതില് SPSS ഒരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ തൽക്കാലം ഇതിന്റെ വേരിയബിളിന്റെ പേരിൽ ചെറിയ തെറ്റ് വരുത്തുകയാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജെൻഡർ എന്നും ഏജിൽ നിന്നും തന്നെ പുതിയ വേരിയബിളിൽ പേര് കൊടുക്കണം. അല്ലാണ്ട് ഓൾറെഡി അവിടെ ഉള്ളപ്പോൾ പുതിയ വേരിയബിളിൽ ജെൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല. ആ പേര് ഓൾറെഡി ഉണ്ട് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അതിന്റെ സ്പെല്ലിംഗ് വെറുതെ ഒന്ന് തെറ്റിച്ച് വെച്ചാണ്. ഒരു കുത്ത് ആഡ് ചെയ്യുക, അണ്ടർസ്കോർ ആഡ്, എന്ത് വേണേൽ ചെയ്തോളൂ. വെറുതെ ഞാൻ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിച്ചു. ആൻഡ് നൗ ഐ വിൽ ബി കൺവേർട്ടിംഗ് ദി സ്ട്രിങ് ഡേറ്റ ഇൻ ടു എ ഫയൽ, ന്യൂ വേരിയബിൾ, പുതിയ വേരിയബിൾ ആക്കി മാറ്റാനാണ് പോകുന്നത്. ഈ ടൈപ്പ് ഓഫ് ഡേറ്റ വെറുതെ രസത്തിന് വേണ്ടി കണ്ടോളൂ. ന്യൂമറിക് ഡാറ്റ ഉണ്ട്, കോമയുണ്ട്, ഡോട്ട് ഉണ്ട്, നൊട്ടേഷൻസ് ഉണ്ട്, ഡോളർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്. ഇത് കൂടാതെ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട്.
പെർസെൻറ്റേജ് ഡാറ്റയാണ് നമ്മൾ എക്സലിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് അവിടെ എടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് തന്നെ റീഡ് ചെയ്തോളും, ഈ ലിസ്റ്റിൽ അത് ഇല്ലെങ്കിൽ പോലും. അപ്പൊ ഈ ലിസ്റ്റ് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റ് ഒന്നും അല്ല. എനിവേ നമുക്ക് എപ്പോഴും വേണ്ടത് ന്യൂമറിക് ഡാറ്റയാണ്, നമ്പർ ആണ് നമ്മുടെ ആവശ്യം. ഇനി എനിക്കിപ്പോൾ ജെൻഡറും ഏജും കൺവേർട്ട് ചെയ്യണം വേർഡ്സിലേക്ക്. ട്രാൻസ്ഫോം ബട്ടണാണ് ഞാൻ എടുക്കുന്നത്. ട്രാൻസ്ഫോം, അതിൽ ഓട്ടോമാറ്റിക് റീകോഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇൻഡിവിജ്വൽ റീകോഡ് അല്ല, ഓട്ടോമാറ്റിക് റീകോഡ്. സിസ്റ്റം ജനറേറ്റ് ചെയ്തോട്ടെ എന്ന് ഞാൻ പറയാണ്. എനിക്ക് ജെൻഡർ കോഡ് ചെയ്യണം, ഏജ് കോഡ് ചെയ്യണം. ജെൻഡറിന്റെ പുതിയ വേരിയബിൾ നെയിം ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയോണ്ട് എനിക്ക് ജെൻഡർ തന്നെ കൊടുക്കാം. ആഡ് ന്യൂ നെയിം, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തു. ഏജിന്റെ പുതിയ പേര് ഏജ്, ഓക്കെ, രണ്ടും അക്സെപ്റ്റ് ചെയ്തു. ഇനി അവർ ചോദിക്കുന്നത്, ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ജെൻഡറിൽ ഇപ്പൊ നമുക്ക് എന്ത് ഓപ്ഷൻസ് ഉണ്ട്? മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, അതേഴ്സ് ഉണ്ട്. അതേഴ്സ് നിങ്ങളുടെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോ അവർ ചെയ്യുന്നത് ഇതിനെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതും. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ റീകോഡ് സ്റ്റാർട്ടിങ് ഫ്രം ലോവസ്റ്റ് വാല്യൂ ഓർ ഹയസ്റ്റ് വാല്യൂ. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് 1 എന്ന് കൊടുക്കണോ, അതോ ഹയസ്റ്റ് വാല്യൂ ഉള്ളത് എത്ര വെച്ചാൽ അത് കൊടുക്കണോ? നമ്മൾ പൊതുവെ ലോവസ്റ്റ് വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നതിന് 1 കിട്ടും, പിന്നെ ഉള്ളതിന് 2, പിന്നെ 3, അങ്ങനെ ആയിരിക്കും കോഡ് ചെയ്യുക. അപ്പോൾ മെയിലും ഫീമെയിലും കോഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫീമെയിൽ വിൽ ബി കോൾഡ് ആസ് 1 and male will be called as 2 because F comes alphabetically first. ഓക്കെ, അതുകൊണ്ട് വലിയ ദോഷമില്ല. പക്ഷേ ഏജ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിലോ 25, 25 to 40, ദെൻ എബോവ് 40 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും എ വെച്ചുള്ളത് ആദ്യം വരും, അല്ലെങ്കിൽ ആ ഓർഡറിൽ ആയിരിക്കില്ല വരുന്നത്. പക്ഷേ അതൊരു തലപോണ കാര്യമൊന്നുമല്ല. കാര്യം എന്താണ്? ഇതൊരു നോമിനൽ ഡാറ്റ മാത്രമാണ്, പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ മാത്രമാണ്. ഓട്ടോമാറ്റിക് കോഡ് വന്നു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, ദർ ഇസ് നോ പ്രോബ്ലം. അപ്പൊ ഞാനത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇവർ പറഞ്ഞു, ദേ ഫീമെയിലിനെ 1 എന്ന് വിളിച്ചിട്ടുണ്ട്, അതിന്റെ ലേബിള് ഫീമെയിൽ എന്നാണ്. മെയിലിനെ 1 എന്ന് വിളിച്ചിട്ടുണ്ട്, അതിന് വാല്യൂ ലേബിളും കൊടുത്തിട്ടുണ്ട്, 2 ആണ് മെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏജ് 25 to 40 1 എന്ന് വിളിച്ചിട്ടുണ്ട്, എബോവ് 40 2 എന്ന് വിളിച്ചിട്ടുണ്ട്, ബിലോ 25 3 എന്ന് വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്പർ ആദ്യം വരും, അത് കഴിഞ്ഞ് എ ആദ്യം വരും, അത് കഴിഞ്ഞ് ബി വരുള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇതുകൊണ്ട് നോമിനൽ ഡാറ്റ ആയതുകൊണ്ട് ഓർഡർ ഇസ് ഇറലവന്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഭംഗി കുറവുണ്ടാവും, അതങ്ങോട്ട് സഹിച്ചേക്കുക. ഓട്ടോമാറ്റിക് റീകോഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ഭംഗി കുറവൊക്കെ സഹിച്ചേക്കുക. ഗൂഗിൾ ഫോമിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് കോഡ് ഇറ്റ് സെപ്പറേറ്റ്ലി, ഓരോന്നായിട്ട്. 25 to 40 ആണെങ്കിൽ 2 എന്ന് കൊടുക്കണം, ബിലോ 25 ആണെങ്കിൽ 1 എന്ന് കൊടുക്കണം, ഇൻഡിവിജ്വലി കൊടുക്കണം. അത് സമയം കളയലാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോമിനൽ ഡാറ്റയിൽ കിടന്ന് മരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇനി നമുക്ക് എന്തിൽ വരാം? തിരിച്ച് ഡാറ്റയിലേക്ക് തന്നെ വരാം. ഞാനിവിടെ വന്നു. അപ്പോൾ ഇത് ഏറ്റവും താഴെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, കണ്ടോ? ഇവിടെ ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ ജെൻഡർ ഏജ് വന്നിട്ടുണ്ട്. അത് ന്യൂമറിക് ഡാറ്റയാണ്. ഓക്കെ, ഞാൻ ഇതിനെ പൊക്കി മുകളിൽ കൊണ്ടുപോകാം. വെറുതെ ഡ്രാഗ് ചെയ്യാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് വലിയ മന്ത്രമൊന്നും കാണിക്കണില്ല. ഐ ആം ജസ്റ്റ് ഡ്രാഗിങ്. കാര്യം ഇത് ഏറ്റവും മുകളിൽ കിടക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്, നമുക്ക് ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ. മുകളിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ആദ്യത്തെ 2 സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് ആവശ്യമില്ല, സ്ട്രിങ് എനിക്ക് ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി വാല്യൂ ലേബിൾസ് വന്നിട്ടുണ്ട്, സോ വി നീഡ് നോട്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി SPSS അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലി ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കല എന്നുള്ളതാണ്. ടേബിൾ ഓഫ് ഫ്രീക്വൻസീസ്. അത് ഡാറ്റ കൃത്യമായിട്ട് എല്ലാം ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു മെത്തേഡും കൂടിയാണ്. അപ്പോൾ നോമിനൽ ഡാറ്റയുടെ മാത്രം ഞാനിപ്പോൾ നോക്കുകയാണ്, മറ്റുള്ളതിൻ്റെ വേണമെങ്കിൽ നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അനലൈസ് എന്നുള്ള ബട്ടൺ എടുത്തു. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രീക്വൻസീസ്, അനലൈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രീക്വൻസീസ്. ജെൻഡറും ഏജും തൽക്കാലം എടുക്കുകയാണ് ഞാൻ. അതിന് വാല്യൂ ലേബിൾസ് ഉണ്ട്. ബാക്കിയുള്ളതിന്റെ വേണമെങ്കിൽ എടുത്തോളൂ, വേറെ ഒന്നുമല്ല. എല്ലാ ഡാറ്റയും ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്, മിസ്സിംഗ് ഡാറ്റ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ്. ഗൂഗിൾ ഫോം ആയതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത ഓപ്ഷൻസ് ആണ്. ക്ലോസ് എൻഡഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ നോക്കാം. ജസ്റ്റ് ക്ലിക്കിംഗ് ഓക്കെ. ഇതാ ഇവിടെ അവർ പറഞ്ഞു എത്ര വാലിഡ് ഉണ്ട്, എത്ര മിസ്സിംഗ് ഡാറ്റ ഉണ്ടെന്ന് കാണിക്കും ഓരോ വേരിയബിളിനും. അപ്പൊ ഇതെല്ലാം 0 ആയിരിക്കും, കാരണം ഇത് ഗൂഗിൾ ഫോം ഡാറ്റയാണ്.
ഡാറ്റ ഇല്ലാതെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. സോ ഒറ്റ മിസ്സിംഗ് ഡാറ്റ ഇല്ല, 109 റെസ്പോൺസും ഉണ്ട്. ഇനി ക്ലറിക്കൽ എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. കോഡിങ്ങിലൊക്കെ എറേഴ്സ്, അത് ഗൂഗിൾ ഫോമിൽ അതും സാധ്യത കുറവാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1, 2 ഉള്ളൂ മെയില്, 4 അടിച്ചു വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഫീമെയില് മെയില് 4 എന്ന് കാണിച്ചിട്ടുണ്ടാവും. ഒരു ഓപ്ഷൻ 4 ലേബൽ ഇല്ലാതെ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്. തെറ്റിയിട്ടുള്ള ഏത് കണ്ടുപിടിക്കാൻ പറ്റും? യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ ദ ഡാറ്റ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഏതാ തെറ്റിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ആ ക്വസ്റ്റനെയർ എടുത്ത് നോക്കിയാൽ മതി. എത്രാമത്തെ ക്വസ്റ്റനർ ആണെന്ന് കഴിഞ്ഞാൽ അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ശരിക്കും മെയിൽ എന്തായിരുന്നു എന്നുള്ള, മെയിലോ ഫീമെയിലോ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ചെയ്യാം. ജെൻഡർ, ഏജ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു. ദെൻ ഇപ്പൊ A1 അത് 5 വരെ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. കാര്യം എന്താ, 5 പോയിന്റ് സ്കെയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വരാൻ പാടില്ല, വന്നാൽ തെറ്റി. അപ്പൊ എല്ലാം 5ൽ കൂടുതൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താം. ഇവിടെ 1 ഇല്ല, അത് നമ്മുടെ കുഴപ്പമല്ല, അത് സ്ട്രോങ്ലി ഡിസഗ്രി ആരും പറയാത്തതുകൊണ്ടാണ്. അത് വന്നോട്ടെ, ഉത്തരം പറഞ്ഞില്ല എന്നുള്ള നമ്മുടെ കുഴപ്പമല്ല. പക്ഷെ 5ൽ കൂടുതൽ വരാൻ പാടില്ല. കാര്യം 5 വരെ ഓപ്ഷൻ ഉള്ളൂ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 5 അല്ലാത്ത ഒരു ഓപ്ഷൻ പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ യു ക്യാൻ ജസ്റ്റ് സ്ക്രോൾ ആൻഡ് വെരിഫൈ, എല്ലാം ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കാം. ഇനി മറ്റൊരു കാര്യം, എല്ലാം ഓക്കെയാണ്. മറ്റൊരു കാര്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, ഇങ്ങനെ ടേബിൾ എടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ വരുന്ന ടേബിളിന്റെ വേരിയബിൾ നെയിം ടേബിൾ ഹെഡിങ് ആയിട്ട് വരും. ഫ്രീക്വൻസി കൗണ്ട് എത്ര എണ്ണം ഉണ്ടെന്നുള്ള ഇവിടെ വന്നു. പെർസെൻറ്റേജ് എത്രയുണ്ടെന്ന് വന്നു. വാലിഡ് പെർസെൻറ്റേജ് എത്രയുണ്ടെന്ന് വന്നു. എന്താണ് ഈ വാലിഡ് പെർസെൻറ്റേജ്? 109 റെസ്പോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 9 എണ്ണം ആരും ബ്ലാങ്ക് ആയിരുന്നു, മിസ്സിംഗ് ഡാറ്റ ആണെങ്കിൽ 100ൽ എത്ര എന്നുള്ള പെർസെൻറ്റേജ് കാണിക്കും. അതിനെയാണ് വാലിഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താ, നമുക്ക് മിസ്സിംഗ് ഡാറ്റ ഇല്ല. മിസ്സിംഗ് ഡാറ്റ ഉള്ളപ്പോഴാണ് അത് വരുന്നത്. ദെൻ ക്യൂമുലേറ്റീവ് പെർസെൻറ്റേജ് വിച്ച് ഇസ് ദി ടോട്ടൽ സം. നമ്മൾ ക്യൂമുലേറ്റീവ് ഒന്നാമത്തെ മാത്രം എടുക്കുമ്പോൾ ആദ്യത്തെ വാല്യൂ, 1ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ രണ്ടാമത്തെ വാല്യൂ, 1ഉം 2ഉം 3ഉം കൂടി കൂട്ടിയാൽ മൂന്നാമത്തെ വാല്യൂ. അങ്ങനെയാണ് ക്യൂമുലേറ്റീവ് പെർസെൻറ്റേജ് വരിക. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഇത് പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 ടേബിള് വെറുതെ സെലക്ട് ചെയ്തു, Ctrl+C കോപ്പി ചെയ്താൽ മതി. അതിൽ വലിയ മാജിക് ഒന്നും ആവശ്യമൊന്നുമില്ല. എക്സ്പോർട്ട് ഫംഗ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതാണ് എക്സ്പോർട്ട് ഫംഗ്ഷൻ, ഈ പച്ച ബട്ടൺ ഉള്ളത്. അത് ക്ലിക്ക് ചെയ്ത് വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രം ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. ജസ്റ്റ് പേസ്റ്റ് ഇട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഞാൻ ഇത് ജെൻഡറും ഏജും കൂടി എനിക്ക് ഒറ്റ ടേബിൾ മതി. എനിക്ക് പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ അല്ലേ, എനിക്ക് ഒറ്റ ടേബിൾ മതി എന്നാണെങ്കിൽ ഞാൻ ഇവിടെ ജെൻഡർ എന്ന് പേര് മാറ്റി കൊടുത്തിട്ട് ഇതിന്റെ കോളം മാറ്റി ഇത് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. എങ്ങനെ കാണിക്കണം എന്ന് കാണിച്ചത്, വെറുതെ ടേബിളുകൾ ഇങ്ങനെ കാണിക്കുന്നത്. ഈ വാലിഡ് പെർസെൻറ്റേജ്, ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് നമുക്ക് ആവശ്യമില്ല, ഫ്രീക്വൻസി പെർസെൻറ്റേജ് മതി. സോ ഐ ഹാവ് റെഡ്യൂസ്ഡ് ദി ടേബിൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതുകൊണ്ട് കേട്ടോ അവിടെ പേസ്റ്റ് ചെയ്യും. ജസ്റ്റ് ആവശ്യമുള്ള ഭാഷ മാത്രം സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുന്നു. ഏജ് ആൻഡ് ടേബിളിന് ഞാൻ ഇവിടെ ഇത് വേരിയബിൾ ബാർ കാറ്റഗറി, അതാണ് ഇവിടെ സംഭവിച്ചത്. വേരിയബിൾ ജെൻഡറും ഏജും അതിന്റെ കാറ്റഗറീസ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ടേബിൾ 1 പ്രൊഫൈൽ ഓഫ് ദി സാമ്പിൾ, സോഴ്സ് സർവേ ഡേറ്റ. എനിക്ക് ആവശ്യമില്ല, അത് കളയണം. സോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നു. ആവശ്യമുള്ള കാര്യങ്ങളൊന്ന് ഫോണ്ടൊക്കെ മാറ്റി, എനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ടേബിളിനെ മാറ്റി. അതിന്റെ ടെക്സ്റ്റിന്റെ കളർ ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കില്ല. സോ ഐ ക്ലിക്ക് ഓൺ ദി ബ്ലാക്ക് കളർ സോ ദാറ്റ് ഇറ്റ് ഇസ് പ്യൂർലി ബ്ലാക്ക്. സ്പേസിൽ നിന്ന് എടുക്കുമ്പോൾ ചെറിയൊരു ചാര നിറം ഉണ്ടാവും ടെക്സ്റ്റിന്. അപ്പോൾ അതൊന്ന് മാറ്റിയതാണ് ഞാൻ. ടേബിൾ റെഡി. ഇനി എനിക്ക് ഇത്തിരി ഇസ്തെറ്റിക് നിർബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ആക്കി. സോ ഇറ്റ് ലുക്സ് ബെറ്റർ. കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗിയൊക്കെ ആയില്ലേ. ക്ലിക്ക് ചെയ്തു. ഐ ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു ദ സെന്റർ ഓഫ് ദ പേജ്. One method of presenting your table. Normally we put a bold for table heading. For table 1 profile of the sample. ടേബിളുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതേ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ടാബുലേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാം. ജെൻഡറും ഏജ് തന്നെ മെയില് ഫീമെയില് പഠിച്ചു, പക്ഷെ മെയിലിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പാണ് ഉള്ളത് അതറിയില്ലല്ലോ. അങ്ങനെ നമുക്ക് വേണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് descriptive statistics cross tabs
ക്രോസ് ടാബ്സ് ആണ് എടുക്കുക. ക്രോസ് ടാബുലേഷൻ ആണ്. ജെൻഡർ റോയിലേക്കും ഏജ് കോളത്തിലേക്കും കൊടുക്കുക. തിരിച്ചാണെങ്കിലും ഒരു വിരോധവും ഇല്ല. ഓക്കെ, so we have a cross tabulated data. If you want, you can present the data as a this. ഇത് ഇവർ തന്നെ അതേ ഹെഡിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹെഡിങ് കൊടുക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇതും പ്രൊഫൈൽ ഓഫ് ദ സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദ ഓൾഡ് ടേബിൾ യു ക്യാൻ യൂസ് ദിസ് ടേബിൾ, പ്രൊഫൈൽ ഓഫ് ദി സാമ്പിൾ. ഒരു സിമ്പിൾ ടേബിളിന് പകരം ക്രോസ് ടാബുലേഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. വേറെ അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫോണ്ട് മാറ്റണോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കാം. ഇതിന്റെ ഹെഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊടുക്കുക. എല്ലാം ചെയ്തതിന് ശേഷം സോഴ്സും കൂടി കാണിച്ചേക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായി. സോഴ്സ് സർവേ ഡേറ്റ എന്നോട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ടേബിൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഫൈൽ കാണിക്കാം. ഇങ്ങനെ മെയിൽ ഫീമെയിൽ വൈസ് കാറ്റഗറി ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ കാണിക്കാം, അല്ലെങ്കിൽ സാധാരണ രീതിക്ക് പ്രൊഫൈൽ കാണിക്കാം. ദാറ്റ് ഇസ് അപ് ടു യു. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഗൈഡിൻ്റെയും കൂടി ഇഷ്ടമാണ്. ഗൈഡ് എങ്ങനെയാണോ പറയാവുന്നത് അതുപോലെ ചെയ്തേക്കാം, അത്രേ ഉള്ളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വി ഗോട്ട് ദിസ് ഡേറ്റ. പ്രൊഫൈൽ ഓഫ് ദ സാമ്പിളാണ്, ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോകണില്ല. നമ്മളത് പ്രൊഫൈൽ ഇങ്ങനെ കിട്ടി എന്ന് പറയുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ, വേറെ ഒരു ഉപദ്രവവും ഇല്ല, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ സിമ്പിൾ ടാബുലേഷൻ പഠിച്ചു, ക്രോസ് ടാബുലേഷൻ പഠിച്ചു. ഇനി അനാലിസിസിൽ പ്രധാനമായിട്ട് പിന്നെ നമുക്ക് അവിടെ ഉപയോഗം വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റ വേരിയബിളിലേക്ക് ഒന്ന് പോവാം. വേരിയബിളിന്റെ അവസ്ഥ എന്താണ്? ഞാനൊന്ന് സേവ് ചെയ്യാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബ്രണ്ണൻ സാമ്പിൾ ഇത് SPSSന്റെ ഫയലുകൾ .sav ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. ഡാറ്റ ഫയല് ഔട്ട്പുട്ട് ഫയലാണെങ്കിൽ SPV ആയിട്ടായിരിക്കും സേവ് ആവുന്നത്. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ വേർഡ് ഫയൽ .doc ആണ് എന്ന് പറയുന്ന പോലെ, ഇമേജ് ആണെങ്കിൽ .pngയോ .jpegോ ആണെന്നൊക്കെ പറയുന്ന പോലെ. ഇനി ഞാനിവിടെ A1 തൊട്ട് A5 വരെയുള്ള വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് അട്രാക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. C1 തൊട്ട് C5 വരെയുള്ള വേരിയബിൾ കൊണ്ടിട്ടാണ് ക്രെഡിബിലിറ്റി മെഷർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. R1 തൊട്ട് R5 വരെയുള്ള വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ആഡ് റീകോൾ മെഷർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. P1 തൊട്ട് P5 വരെയുള്ള വേരിയബിൾ വെച്ചിട്ടാണ് പർച്ചേസ് ഇന്റൻഷൻ വെരിഫൈ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ റിലയബിൾ ആണോ എന്ന് എനിക്ക് ആദ്യം അറിയാം. സോ ഐ വിൽ ഗോ ഫോർ റിലയബിലിറ്റി. അനലൈസ് സ്കെയിൽ, എൻ്റെ സ്കെയിൽ റിലയബിൾ ആണോ? റിലയബിലിറ്റി അനാലിസിസ്. ആദ്യം A1 മുതൽ A5 വരെ. നോർമലി വി യൂസ് ആൽഫ, ക്രോൺബാക്ക് ആൽഫയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കളഞ്ഞാൽ ഇത് മെച്ചപ്പെടുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. സ്കെയിൽ ഇഫ് ഐറ്റം ഡിലീറ്റഡ്, അതും കൂടി കണ്ടുപിടിക്കാം. അതായത് A1 തൊട്ട് A5 വരെ ഉണ്ട്. 5 ഉള്ളപ്പോൾ വാല്യൂ കാണിക്കും. ഇനി 5-ൽ ഒരെണ്ണം കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുകൂടി കാണിക്കും. ചിലപ്പോൾ ചിലത് കളയുന്നതാണ് നല്ലത്, ചില കൂട്ടുകാരൊക്കെ ഇല്ലാണ്ടിരിക്കണമല്ലേ നല്ലത്. അതുപോലെ ഓക്കെ. കണ്ടില്ല, ഇത് 0.689 ആണ് ഇതിന്റെ വാല്യൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റയിൽ റിലയബിലിറ്റി ഉണ്ടായിരുന്ന ഡാറ്റയായിരുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾക്കാണ് റിലയബിലിറ്റി ഇപ്പൊ ഇല്ലാണ്ട് പോയിക്കണ തോന്നുന്നു. നോക്കാം. ക്രോൺബാക്ക് ആൽഫ ഇഫ് ഐറ്റം ഡിലീറ്റഡ് നോക്കിക്കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. സോ സത്യത്തിൽ ഈ റിലയബിലിറ്റി നമുക്ക് 0.7 എബോവ് വേണം കേട്ടോ, എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡാറ്റയ്ക്ക് റിലയബിലിറ്റി കുറവാണ്. തീരെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 0.6 എബോവ് ആണെങ്കിലും മതി എന്ന് പറയുന്ന ലിറ്ററേച്ചർ ഉണ്ട്, അത് സൈറ്റ് ചെയ്യും. പക്ഷെ നോർമലി ഫോർ എ ഗുഡ് ഡേറ്റ, വെരി ഗുഡ് ഡേറ്റ, എക്സലന്റ് ഡേറ്റ എന്നാണ് പറയുന്നത്. ഗുഡ് ഡേറ്റയ്ക്ക് 0.7 എബോവ് വേണം, വെരി ഗുഡ് 0.8 എബോവ് ആണ്, എക്സലന്റ് 0.9 എബോവ് ആണ്. ഇതിപ്പോ 0.689 ആണ്. 7ന്റെ അടുത്തുണ്ട്. സാറ്റിസ്ഫാക്ടറി ആണ്, ഇതിന്റെ പേര് സാറ്റിസ്ഫാക്ടറി എന്നാണ്.
അപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയതുകൊണ്ട് തൽക്കാലം അത് മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ വർക്കിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണിക്കുകയല്ലേ ചെയ്യണം. നിങ്ങൾ നല്ല സ്കെയിലുകൾ ഉപയോഗിച്ചാൽ, നല്ല രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സാമ്പിളിലുള്ളവർ നിങ്ങളോട് മര്യാദയ്ക്ക് സഹകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡാറ്റ കിട്ടും. ഐ എം ജസ്റ്റ് ക്രിയേറ്റിംഗ് ദ റിലയബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ടേബിൾ. ടേബിളിലൂടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ടേബിളിൽ. എന്താ വെച്ചാൽ അത് കാണുമ്പോൾ ഒരു വൃത്തിയാണ്. എനിക്ക് ഈ SPSS ടേബിൾ അതേപടി ഉപയോഗിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ നമുക്ക് ഒന്നിലധികം കൺസ്ട്രക്റ്റുകളുണ്ട്. അപ്പോൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി. വി ഹാവ് മോർ ദാൻ വൺ കൺസ്ട്രക്ട്. സോ ഐ എം ഇൻസർട്ടിങ് കോളം ടു ദ ലെഫ്റ്റ്. എനിക്ക് ഏതൊക്കെ കൺസ്ട്രക്റ്റുകളാണ് ഉള്ളത്? ഒന്ന് അട്രാക്റ്റീവ്നെസ്, അതാണ് നമ്മൾ നോക്കിയത്. അട്രാക്റ്റീവ്നെസ്, this is table 2. നോർമലി നമ്മളുടെ രണ്ടാമത്തെ ടേബിൾ ഇതായിരിക്കും. റിലയബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. നമ്മുടെ മെഷർമെന്റുകളൊക്കെ ഓക്കെ ആണോ നമുക്ക് അറിയണമല്ലോ. നമുക്ക് 4 ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് അട്രാക്റ്റീവ്നെസ്, 2 ക്രെഡിബിലിറ്റി, 3 ആഡ് റീകോൾ, 4 പെർച്ചേസ് ഇന്റൻഷൻ. ഇനി നമുക്ക് ക്രെഡിബിലിറ്റിയുടെ നോക്കാം. ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇതൊരു ഷോർട്ട് കട്ട് ബട്ടൺ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നേരെ അങ്ങോട്ട് പോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ അനലൈസ്, സ്കെയിൽ, റിലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പോണതിന് പകരം ഇവിടെ ഈ ഷോർട്ട് കട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത ഓപ്പറേഷൻസ് ഒക്കെ അവിടെ കാണിക്കും. ഇതിനു മുമ്പ് ഈ സോഫ്റ്റ്വെയർ തുറന്നപ്പോൾ ഏതൊക്കെ അനാലിസിസ് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് വരും. അല്ലെങ്കിൽ മറ്റടുത്ത് പോകും. അത് എക്സലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ്, ഷോർട്ട് കട്ടാണ്, അത്രയേ ഉള്ളൂ. എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. C1 to C5 ക്രെഡിബിലിറ്റിയുടെ മോഡൽ നോക്കുകയാണ്. 0.900 ഉണ്ട്. 0.900 എക്സലന്റ് ഡേറ്റ. ഇതിനേക്കാൾ എക്സലന്റ് ഡാറ്റ ആയിരുന്നു ഇത്. നിങ്ങളുടെ റെസ്പോൺസ് അതിന്റെ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെ ശരിക്കും വായിച്ച് നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഉത്തരങ്ങൾ ഇങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്ത് പോയതാന്ന് തോന്നുന്നു. വായിച്ച് നോക്കിയിട്ട് ചെയ്താലേ ആ റിലയബിലിറ്റി വരുള്ളൂ. വെറുതെ വട്ടം കുത്തിയാൽ ഡാറ്റ മാറിപ്പോവും. റീകോൾ എടുത്ത് നോക്കുകയാണ്. 0.690 ആണ്. അത് റിമൂവ് ചെയ്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. സോ സാറ്റിസ്ഫാക്ടറി ഉള്ളൂ. ആൻഡ് പെർച്ചേസ് ഇന്റൻഷൻ ആണ് ലാസ്റ്റ്. വീണ്ടും ഞാൻ ഷോർട്ട് കട്ടിൽ വന്നു. റിലയബിലിറ്റി അനാലിസിസ് ഇതെല്ലാം സെലക്ട് ചെയ്ത് മാറ്റി. ഇതല്ലല്ലോ എനിക്ക് വേണ്ടത്. എനിക്കിനി വേണ്ടത് P1 മുതൽ P5 വരെയാണ്. അതെടുത്തു. 0.872. ഇതും ആക്ച്വലി 0.9 above ആയിരുന്നു. ഓക്കെ, മതി. നമുക്ക് എത്രയും ഡാറ്റ കിട്ടിയല്ലോ, അത് മതി. ഓക്കെ, സോ എൻ്റെ ആ ടേബിളും റെഡിയാണ്. ഇത് വെറുതെ സർവേ ഡാറ്റ അല്ല, കമ്പ്യൂട്ടഡ് ഫ്രം സർവേ ഡാറ്റ. സർവേ ഡാറ്റ ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചാണ്. ഓക്കെ, അപ്പൊ റിലയബിലിറ്റി അത്യാവശ്യമൊക്കെ ഉണ്ട്. സോ നമ്മൾ അതിന്റെ ഇൻഫറൻസ് എഴുതും. The data is found to be reliable for further statistical procedures according to ഇങ്ങനെ ആൾക്കാരുടെ പ്രകാരം. ഞാൻ പറഞ്ഞ 0.7 above ആണെങ്കിൽ ന്യൂനല്ലി 1978 ആണ് ഉപയോഗിക്കുന്നത്. ആ 0.6 above ആണെങ്കിൽ അത് ലിറ്ററേച്ചർ നോക്കിയാൽ മതി, അങ്ങനെ ഒരാളെ കിട്ടും, ഏതെങ്കിലും ഒരാളെ കിട്ടും. 0.5 above ആണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളൊക്കെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്, PhD തീസിസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ 0.5 above ആണെങ്കിൽ പോലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ പേപ്പറുകളൊക്കെ ഉണ്ട്. അതങ്ങോട്ട് സൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ എനിവേ 0.6 above ഇസ് ബെറ്റർ ദാൻ 0.5. 0.7 above ആണ് വേണ്ടതെങ്കിലും. നമുക്ക് ഇതേ കിട്ടിയുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇത് വെച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ വെറുതെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, അപ്പോൾ ഇത് വെച്ച് ചെയ്യാം എന്നുള്ളതാണ്. ചില അധ്യാപകർ അതിനും എന്താ പറയുക, റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ അതിനേക്കാൾ വലിയ ഒരു മണ്ടത്തരം കാണിക്കുക. മണ്ടത്തരമല്ല, ബുദ്ധിയാണത്. അവര് 690 എന്നുള്ളതിന് വരെ 710 എന്നുകൊണ്ട് എഴുതും. ആര് ചോദിക്കാൻ? 7 above വേണമെന്നല്ലേ ഉള്ളൂ. 7 ആണ് എനിക്ക് കിട്ടിയെന്നേ, നിങ്ങളുടെ അങ്ങ് പറയാണ്. കാരണം
അത്ര നല്ല ജേണലുകളും അത്ര നല്ല യൂണിവേഴ്സിറ്റിയും മാത്രമാണ് നിങ്ങളുടെ ഡാറ്റ സെറ്റിങ്ങൾ നോക്കട്ടെ, നിങ്ങളുടെ അനാലിസിസ് ശരിയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാറുള്ളൂ. അങ്ങനെ പറയുന്ന ജേണലുകളുണ്ട് കേട്ടോ, അങ്ങനെ പറയുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് മാത്രം. അപ്പോൾ ദാറ്റ് ഈസ് റിലയബിലിറ്റി അനാലിസിസ്. റിലയബിൾ ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്ത നമുക്കിവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഡാറ്റ വാലിഡിറ്റി എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. പക്ഷെ വാലിഡിറ്റിയുടെ അത് പ്രോസസ്സ് കുട്ടികൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് ബേസിക് അനാലിസിസിന്റെ പ്രൊസീജിയറിലുള്ളതല്ല. തൽക്കാലം കണ്ടന്റ് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ എക്സ്പേർട്ടിനെ കാണിച്ച്, അഥവാ നമ്മുടെ ഗൈഡിനെ കാണിച്ച്, ടീച്ചറെ കാണിച്ച്, എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണിച്ച് തൃപ്തി വരുത്തുന്നു. ഇതൊക്കെ മതി എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് സന്തോഷം, അത്രയും മതി, അതുണ്ടെന്ന് വെച്ചു എന്നുള്ള. അപ്പോൾ വാലിഡിറ്റി തൽക്കാലം ഉറപ്പിച്ചിരിക്കും. നമ്മൾ അതിന്റെ കൺസ്ട്രക്ട് വാലിഡിറ്റിയും ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റിയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. നോർമാലിറ്റിയാണ് അടുത്ത പ്രശ്നം. നോർമാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരാമെട്രിക് പ്രൊസീജിയേഴ്സ് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് വേണം, നോൺ പാരാമെട്രിക് പ്രൊസീജിയേഴ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വി ആർ ഗോയിങ് ഇൻ ടു അനലൈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പ്ലോർ. നോർമാലിറ്റിയുടെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ വേരിയബിൾസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്യണം. ഞാൻ വേരിയബിൾസ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അട്രാക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനുണ്ട്, ക്രെഡിബിലിറ്റി കണ്ടുപിടിക്കാനുണ്ട്, ഇതെല്ലാം കണ്ടുപിടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ട്രാൻസ്ഫോം കമ്പ്യൂട്ട് വേരിയബിൾ, അതായത് A1 മുതൽ A5 വരെ ഉള്ള ചേർത്താലാണ് എനിക്ക് അട്രാക്റ്റീവ്നെസ് ആവുന്നത്. അപ്പോൾ പുതിയ വേരിയബിളിന്റെ പേര് അട്രാക്റ്റീവ്നെസ്. ഇവിടെ എന്താണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീൻ ഓഫ് A1, മീൻ ഓഫ് A1, A2 ടൈപ്പ് ചെയ്തിട്ട് വന്നില്ല, A1, A2, A3, A4, A5. ഞാൻ ടൈപ്പ് ചെയ്തതാണ്. കാര്യം ഇത് വേരിയബിൾ നെയിം എളുപ്പത്തിൽ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേരിയബിളിന്റെ പേര് ഇങ്ങനെ കൊടുത്തത്, ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓരോ വേരിയബിൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനെ വരണം. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനെ വിട്ടാൽ മതി. വേരിയബിളിന്റെ പേര് കൂടുതലാണെങ്കിൽ പേര് ചൊല്ലി വിളിക്കുന്നതിന് പകരം ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഇടും. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വേരിയബിളിന്റെ പേര് അത്രയും ചെറുതാക്കി കൊടുത്തത്. സോ മീൻ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അട്രാക്റ്റീവ്നെസ് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് എങ്ങനെ മനസ്സിലാവും? വേരിയബിൾ വ്യൂവിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഈ വേരിയബിൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഇതായിരിക്കണം അട്രാക്റ്റീവ്നെസ് ഏറ്റവും താഴെ 37ാമത്തെ വേരിയബിൾ. ഡാറ്റ വ്യൂവിൽ അതും വന്നിട്ടുണ്ടാവും. 4.20, 3.40. ആവറേജ് ആണ്, 5 വാല്യൂകളുടെ ആവറേജ് ആണ്. ഞാൻ വീണ്ടും ട്രാൻസ്ഫോം കമ്പ്യൂട്ട് വേരിയബിൾ. ഇത്തവണ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ക്രെഡിബിലിറ്റി ആണ്. ക്രെഡിബിലിറ്റി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും വേരിയബിളിന്റെ പേര് എന്തൊക്കെയാണ്? C1, C2, C3, C4, C5. വേരിയബിളിന്റെ പേര് മാറിപ്പോയി കഴിഞ്ഞാൽ വേറെ വാല്യൂ കണ്ടുപിടിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഗാർബേജ് ഔട്ടാണ്. വേരിയബിൾ മാറിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കപ്പെടുന്ന വാല്യൂ വേറെ ആയിരിക്കും. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ C1, C2, C3, C4, C5 അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ചു. വീണ്ടും കമ്പ്യൂട്ട് വേരിയബിൾ add recall, that will be mean of R1, R2, R3, R4, R5. ഓക്കെ, അതും കണ്ടുപിടിച്ചു. കമ്പ്യൂട്ട് വേരിയബിൾ ലാസ്റ്റ് പർച്ചേസ് ഇന്റൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചടിച്ചത്. എനിക്കിത് വേരിയബിൾ മാറ്റണമെങ്കിൽ ഇവിടെ ലേബൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലേബൽ അടിച്ചു കൊടുക്കാം. ഇഫ് ഐ വാണ്ട് എ ലേബൽ, പർച്ചേസ് ഇന്റൻഷനുള്ള സ്പേസ് വേണമെന്നാണെങ്കിൽ പർച്ചേസ് ഇന്റൻഷൻ സ്പേസ് അടിച്ചു കൊടുത്താൽ മതി, ലേബൽ വന്നോളൂ. എന്നിട്ട് ഇവിടെ മീൻ ഇവിടെ എന്തൊക്കെയാണ്? P1 മുതൽ P5 വരെയാണ്. P1, P2, P3, P4, P5. ഓക്കെ, അപ്പൊ 5 വേരിയബിൾസ് നമ്മൾ പുതിയതായിട്ട് സൃഷ്ടിച്ചു. 4 വേരിയബിൾ: അട്രാക്റ്റീവ്നെസ്, ക്രെഡിബിലിറ്റി, ആഡ് റീകോൾ, പർച്ചേസ് ഇന്റൻഷൻ. 4 കണ്ടുപിടിച്ചു. ഓക്കെ, ഇതെല്ലാം എന്താ ഓട്ടോമാറ്റിക്കലി ഒരു സ്കെയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാര്യം എന്താ,
ഇവിടെ പോയിന്റ് ഉണ്ട്, ഡെസിമൽ വാല്യൂ ഉള്ള വാല്യൂസ് ആണ്. സോ ഇറ്റ് ഇസ് ഗുഡ് മെഷർമെന്റ്സ്. ദീസ് ആർ ഗുഡ് മെഷർമെന്റ്സ്. ഇനി ആഡ് റീകോളിലും വേണമെങ്കിൽ നമുക്ക് ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് ലേബൽ കൊടുത്തേക്കാം. ഒറ്റ വാക്കല്ലല്ലോ ആഡ് റീകോൾ, ബാക്കിയുള്ളത് ഒറ്റ വാക്കാണ്. പിന്നെ ലേബൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നോർമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അനലൈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പ്ലോർ. ഏറ്റവും താഴത്തേക്ക് വരുന്നു, എൻ്റെ വേരിയബിൾസ് എടുക്കുന്നു. ഏറ്റവും താഴെയുണ്ട് അട്രാക്റ്റീവ്നെസ്, ക്രെഡിബിലിറ്റി, ആഡ് റീകോള്, പർച്ചേസ് ഇന്റൻഷൻ. 4നെ ഡിപ്പെൻഡന്റ് ലിസ്റ്റിലേക്ക് ഇട്ടു. പ്ലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് നോർമാലിറ്റി പ്ലോട്ട് വിത്ത് ടെസ്റ്റ് വേണമെന്ന് പറയുന്നു. ഹിസ്റ്റോഗ്രാം കൂടി കാണിച്ചു തരാൻ പറയുകയാണ്. കാര്യം ഹിസ്റ്റോഗ്രാം ഇസ് വൺ ഓഫ് ദോസ് ക്ലാസിക്കൽ മെഷർമെന്റ്സ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ഡേറ്റ. ഓക്കെ കൊടുക്കുകയാണ്. ഇത്തിരി സമയം എടുക്കും. SPSS ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന പ്രോസസ്സുകളിൽ ഒന്നാണ് എക്സ്പ്ലോർ ഫംഗ്ഷൻ. ഡാറ്റേനെ അരച്ച് കലക്കി കുടിച്ചിട്ട് വരുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ദീസ് ആർ ദ ഡിസ്ക്രിപ്റ്റീവ്സ്. മീൻ വാല്യൂ ഉണ്ട്, മീഡിയൻ ഉണ്ട്, വേരിയൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, സ്ക്യൂനെസ് ഉണ്ട്, കെർട്ടോസസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, ഏറ്റവും സ്ട്രോങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് ഓഫ് നോർമാലിറ്റി ആണ്. കോൾമോഗ്രോവ് സ്മിർനോവ് ടെസ്റ്റ് ഉണ്ട്, ഷപ്പീരോ വിൽകോക്സൺ ടെസ്റ്റ് ഉണ്ട്. നോർമലി 2000 മീത്തേക്കുള്ള സാമ്പിളുകൾക്ക് KS-ഉം 2000 വരെയുള്ള സാമ്പിളുകൾക്ക് ഷപ്പീരോ എന്നാണ് പൊതുവെ പറയുക. എനിവേ, ഇത്തരം ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ SPSS-ൽ ഇങ്ങനെ ഒരു സിഗ് വാല്യൂ വരും. SIG, സിഗ്നിഫിക്കൻസ് വാല്യൂ. സിഗ് വാല്യൂ മീൻസ് സിഗ്നിഫിക്കൻസ് വാല്യൂ. നമ്മൾ അതിന്റെ P വാല്യൂ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ P വാല്യൂയുടെ ലോജിക്ക് നമ്മൾ പഠിക്കണം. എന്താണ് P വാല്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കത് പറയാം. Let me take the file. അതും കൂടി പറഞ്ഞാലേ അത് ബാക്കി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് ഒക്കെ പറയുമ്പോഴും മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ മറ്റു സാധാരണ ദിവസം പോലെ അല്ല കേട്ടോ, ഒരു അരമണിക്കൂറും കൂടി എന്തായാലും എടുക്കും കേട്ടോ. മുഴുവൻ പറഞ്ഞു തരണ്ടേ. ലോജിക് ഓഫ് P വാല്യൂ. കുട്ടികൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. നമുക്ക് പൊതുവെ 2 ഹൈപ്പോത്തസിസുകളാണ് റിസർച്ചിലുള്ളത്. അത് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളത് നള്ളും ഓൾട്ടർനേറ്റും, അഥവാ H0 ആൻഡ് H1. അതിന്റെ യഥാർത്ഥ പേരുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്നും റിസർച്ച് ഹൈപ്പോത്തസിസ് ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ അട്രാക്റ്റീവ്നെസ് നമ്മൾ 5 പോയിന്റ് സ്കെയിലിൽ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മുടെ നൾ എന്ന് പറയുന്നത് അത് 3നേക്കാൾ കൂടുതലല്ല, ന്യൂട്രൽ വാല്യൂവിനേക്കാൾ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലോ സിഗ്നിഫിക്കൻ്റ്ലി കുറവോ അല്ല. നമ്മുടെ നൾ എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. എവറിത്തിങ് ഇസ് നോർമൽ എന്നുള്ളതാണ് നള്ള്. ഇപ്പോൾ നമ്മൾ നോർമാലിറ്റി ടെസ്റ്റിലും നൾ എന്ന് പറയുന്നത് ഡാറ്റ ഇസ് നോർമൽ എന്നാണ്. സൈഡിലേക്കല്ല, സ്ക്യൂഡ് അല്ല, കൊർട്ടിക് അല്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അസംഷൻ. പക്ഷേ ഇവിടെ അപ്പൊ നമ്മുടെ സാധാരണ ടി ടെസ്റ്റുകളിലെ അസംഷൻ എന്ന് പറയുന്നത് മീൻ ഇസ് ഈക്വൽ ടു 3. H0 will be mean equal to 3. അപ്പൊ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് 3 തരത്തിൽ പറയാം. ഒന്ന്, മീൻ 3 അല്ല, അപ്പൊ കൂടുതലും ആവാം കുറവും ആവാം. ദാറ്റ് ഇസ് എ 2-sided ടെസ്റ്റ്. നേരെ മറിച്ച് നമുക്ക് പറയാം മീൻ 3നേക്കാൾ കുറവാണ്, നെഗറ്റീവ് ആണ്, പോസിറ്റീവ് പെർസീവ്ഡ് അല്ല, നെഗറ്റീവ് ആണ്. ദാറ്റ് ഇസ് എ 1-sided ഹൈപ്പോത്തസിസ്. പിന്നെ പറയാം മീൻ 3നേക്കാൾ കൂടുതലാണ്, പോസിറ്റീവ് ആണ്, സിഗ്നിഫിക്കൻ്റ്ലി പോസിറ്റീവ് ആണ്, നമുക്ക് ഹൈപ്പോത്തസിസ് വെക്കാം. ദാറ്റ് ഇസ് അഗെയിൻ എ 1-sided ഹൈപ്പോത്തസിസ്. ഇത് നോർമൽ 1 സാമ്പിൾ ടെസ്റ്റുകൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇനി അങ്ങനെ അല്ലാണ്ട് വരുമ്പോൾ ഹൈപ്പോത്തസിസ് വെക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഗ്രൂപ്പ് കമ്പാരിസൺ വരും. മെയിലിന്റെയും ഫീമെയിലിന്റെ ആവറേജ് നമ്മൾ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലാസ് എയുടെ മാർക്കും ക്ലാസ് ബിയുടെ മാർക്കും കമ്പയർ ചെയ്യുന്നു. അതിന്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് രണ്ടും തുല്യമാണെന്നുള്ളതായിരിക്കും. നള്ള് ഡിഫറൻസ് ഇല്ല എന്നുള്ളതായിരിക്കും എപ്പോഴും നള്ള് പറയാം. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്, ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് അസോസിയേഷൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിന്റെ റിസൾട്ട് സിഗ്നിഫിക്കന്റ് വ്യത്യാസം ഇല്ല എന്നാണ്. അപ്പൊ മീൻ 1 ഈക്വൽ ടു മീൻ 2 അതായിരിക്കും നൾ ഹൈപ്പോത്തസിസ്. നേരെ മറിച്ച് ഓൾട്ടർനേറ്റീവ് നമ്മൾ പറയും മീൻ 1ഉം 2ഉം തുല്യമല്ല. തുല്യമല്ല എന്ന് പറയുമ്പോൾ ഏതാണ് കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടില്ല, രണ്ടും തുല്യം അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് 2-sided ഹൈപ്പോത്തസിസ്. നേരെ മറിച്ച് 1 ആണ് ചെറുത് എന്ന് പറയുകയാണെങ്കിൽ അത് 1-sided ആണ്, 1 വലുതാണെന്ന് പറഞ്ഞാലും അത് 1-sided ആണ്.
ദിസ് ഇസ് ഹൗ ഹൈപ്പോത്തസിസ് ആർ നോർമലി ഫ്രെയിംഡ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഇതൊക്കെ ട്രഡീഷണൽ മെത്തേഡിൽ ബുക്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് സെലക്ട് ചെയ്യും. അത് ടി ടെസ്റ്റ് ആയിക്കോട്ടെ, എഫ് ടെസ്റ്റ് ആയിക്കോട്ടെ, കൈ സ്ക്വയർ ആയിക്കോട്ടെ, അനോവ ആയിക്കോട്ടെ. അനോവ എഫ് ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ അതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ ടേബിൾ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുക. ഈ ടേബിൾ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? ഇറ്റ് വിൽ ബി അറ്റ് എ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ എ സ്പെസിഫൈഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്? വിച്ച് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. അതായത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ 5 തവണ നമ്മുടെ ഹൈപ്പോത്തസിസ് തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാൻ പറയാണ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുകയാണ്. ദർ ഇസ് നോ അസോസിയേഷൻ എന്നുള്ള നള്ള് മാറ്റിയിട്ട് ഞാൻ റിജക്ട് ചെയ്യാണ്. എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ലിവിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ തീരുമാനം തെറ്റിപ്പോവാനുള്ള സാധ്യതയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ തെറ്റായ റിജക്ഷൻ വരാനുള്ള സാധ്യത അത് 5% എന്ന് പറഞ്ഞാൽ 100-ൽ 5 തവണ തെറ്റിപ്പോകുന്നുള്ളതാണ്. 100-ൽ 5 തവണ വരെയൊക്കെ കുഴപ്പമില്ല. നമ്മുടെ നോർമൽ ലോജിക്കിൽ അപ് ടു 5% ഇസ് ഓക്കെ ഇൻ സോഷ്യൽ സയൻസ്. നമ്മൾ ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല. ഇത് മരുന്നിന്റെ ടെസ്റ്റ് അല്ല, സയന്റിഫിക് എക്സ്പെരിമെന്റ് ഒന്നും അല്ലല്ലോ. നേരെ മറിച്ച് സയൻസിൽ 1% എന്നൊക്കെയാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ 1% ഇസ് ഓൾസോ നോട്ട് അക്സെപ്റ്റഡ് ഇൻ സയൻസ്. ബിക്കോസ് 100-ൽ ഒരാൾ മരിച്ചോട്ടെ എന്ന് ഏതെങ്കിലും സയൻസ് എക്സ്പെരിമെന്റിൽ പറയാൻ പറ്റുമോ? ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. അപ്പോൾ 1000-ൽ ഒരാളായിക്കോട്ടെ എന്ന് പറയും, ചിലപ്പോൾ 10,000-ൽ ഒരാളായിക്കോട്ടെ എന്ന് വെക്കും. സോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്യാൻ കം ഡൗൺ ലോവർ ലോവർ ലോവർ. അപ്പൊ അങ്ങനെ കം ഡൗൺ ആവും തോറും, താഴത്തേക്ക് വരും തോറും നമ്മളൊരു സ്റ്റാറിന്റെ എണ്ണം കൂടും. 5% ആണെങ്കിൽ നമ്മൾ ലെസ് ദാൻ 5% ആണെങ്കിൽ നമ്മളൊരു 1 സ്റ്റാറാണ് കൊടുക്കുക ആ വാല്യൂവിന്, സിഗ് വാല്യൂവിന്, നമുക്ക് കിട്ടുന്ന സിഗ് വാല്യൂവിന്. നേരത്തെ പറഞ്ഞു എന്താ സിഗ് വാല്യൂ, ടേബിളിൽ ഉണ്ടാവും. ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ സിഗ് വാല്യൂടെ ഉണ്ടാവും. അത് 0.05-നേക്കാൾ ചെറുതാണെങ്കിൽ 1 സ്റ്റാർ ഇട്ട് കൊടുക്കും. 0.01-നേക്കാൾ ചെറുതാണെങ്കിൽ 2 സ്റ്റാർ ഇട്ട് കൊടുക്കും. 0.001-നേക്കാൾ ചെറുതാണെങ്കിൽ ചില സോഫ്റ്റ്വെയറുകൾ അതിന് 3 സ്റ്റാറാണ് ഇടുക. ഇട്ടില്ലേലും കുഴപ്പമില്ല, ഡബിൾ സ്റ്റാർ തന്നെ ഇനഫാണ്, കുഴപ്പമില്ല. ഇനി എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? നമുക്കൊരു 10 ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ 10 നമ്പർ എടുക്കുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് ഐ വോണ്ട് 100 ടോട്ടൽ, 9 വാല്യൂ വരെ എനിക്ക് തീരുമാനിക്കാം. പരമാവധി 9 വാല്യൂ വരെ എനിക്ക് തീരുമാനിക്കാം. 9 വരെ എത്തിയപ്പോഴേക്കും എൻ്റെ ടോട്ടൽ 67 ആണ്. സോ എൻ്റെ അവസാനത്തെ ടോട്ടൽ 33 ആണെന്ന്, ലാസ്റ്റ് നമ്പർ 33 ആണെന്നുള്ളത് തന്നെത്താനെ തീരുമാനിക്കപ്പെട്ടു. കാരണം that is the logic. So n-1 is the degrees of freedom, right? നമ്മൾ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഒക്കെ അങ്ങനെയല്ലേ ചെയ്യാം, n-1. ഇനി let us come to chi-square ടെസ്റ്റ്. ഒരു ക്രോസ് ടാബുലേറ്റഡ് ഡാറ്റ ആണെന്ന് വിചാരിക്കാം. ഇതൊരു 2x2 ടേബിൾ ആണ്. 60 പേർക്ക് അവയർനെസ് ഉണ്ട്, 40 പേർക്ക് അണവെയർ ആണ്, 50 പേർക്ക് മെയിലാണ്, 50 പേര് ഫീമെയിൽ ആണ്, 100 പേരുള്ള സാമ്പിൾ ആണ്. നമ്മുടെ ടോട്ടൽ സാമ്പിൾ ഇതാണെന്ന് വിചാരിച്ചോളാം. ഇനി നമുക്ക് പരമാവധി വരാവുന്ന വേരിയേഷൻ, നമുക്കൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ടാവും, ആ ഡാറ്റ അവിടെ നിന്നോട്ടെ. പക്ഷേ വാട്ട് ഇസ് ദി മാക്സിമം പോസിബിൾ വേരിയേഷൻ ദാറ്റ് കുഡ് ഹാപ്പൻ വിത്തിൻ ദ സാമ്പിൾ? എത്രത്തോളം മാറ്റം വരും? ഞാനിവിടെ അവെയർ 30 അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നാച്ചുറലി ഇത് 20 ആവും, നാച്ചുറലി ഇത് 20 ആവും, നാച്ചുറലി ഇത് 30 ആവും. അതായത് ഐ ക്യാൻ ഹാവ് എ ചേഞ്ച് ഓൺലി ഇൻ 1 സെൽ. അതുകൊണ്ടാണ് chi-square ടെസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ C-1 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. കോളത്തിന്റെ എണ്ണം -1, റോയുടെ എണ്ണം -1. 2-1 into 2-1 എത്രയാ? 1. 2 കോളം 2 റോ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് 1. സോ ദാറ്റ് ഇസ് എ ലോജിക്. അങ്ങനെ ഉള്ള ആ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ, ഇങ്ങനെയുള്ള ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മളൊരു ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയാണ് കണ്ടുപിടിച്ച ടേബിൾ വാല്യൂവിനേക്കാൾ കാൽക്കുലേറ്റർ വാല്യൂ ചെറുതാണെങ്കിൽ we say that the null hypothesis is accepted എന്നാണ് ഇപ്പോൾ ശീലിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ എഴുതേണ്ടത് failed to reject H0 എന്നാണ്. കാര്യം നമ്മുടെ ഉദ്ദേശം അത് റിജക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. So we are failing to reject H0 and there is no significant difference or there is no significant association. അതായിരിക്കും നമ്മൾ പറയാം. നേരെ മറിച്ച് കാൽക്കുലേറ്റർ വാല്യൂ കൂടുതലാണെങ്കിലോ we'll reject at the H0, അത് റിജക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളും കൈകൊണ്ട് നടക്കണം. ആ നീല കളർ ബുക്ക് ഉണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ, അതും കൊണ്ട് നടന്നാലേ നമുക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ. അതിന് പകരം ടെസ്റ്റ് റിസൾട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പിൽ ഇരുന്ന ആൾക്കാർക്കും പറയാം, ഐ മീൻ
ഇത്തരം വർക്ക്ഷോപ്പിൽ ഇരുന്ന ആൾക്കും പറയാം. റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് പറയാം. പി വാല്യൂ 0.05 ചെറുതാണോ റിജക്ട് ചെയ്തോളുക. പി വാല്യൂ 0.05 വലുതാണോ അക്സെപ്റ്റ് ചെയ്യുക. ഏത് ടെസ്റ്റ് ആണെങ്കിലും. സോ ഇറ്റ് ഈസ് യൂണിഫോം. സോ പി വാല്യൂ അങ്ങനെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടിലേക്ക് വരാം. ഞാനിവിടെ ടെസ്റ്റ് ഒക്കെ എടുത്തു. പി വാല്യൂ ക്രെഡിബിലിറ്റി ഇവിടെ KS ടെസ്റ്റിൽ 0.56 ഉണ്ടെങ്കിലും ഷാപ്പിറോ വിൽകോക്സണിൽ 0.00 തന്നെയാണ്. അപ്പൊ എല്ലാ വാല്യൂസും ചെറുത് തന്നെ ആയതുകൊണ്ട് വി സേ ദാറ്റ് ദ ഡാറ്റ ഇസ് നോട്ട് നോർമൽ. അതൊരു മെത്തേഡാണ് ഡാറ്റ നോർമൽ അല്ല എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം നോക്കിയാലും കണ്ടില്ലേ, ആ ഒരു ബെൽ ഷേപ്ഡ് കർവ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നോർമൽ കർവിന് ബെൽ ഷേപ്പ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബെൽ ഷേപ്പ് അവിടെ കാണുന്നില്ല. ഇത് സ്റ്റെം ആൻഡ് ലീഫ് ചാർട്ട് ആണ്. അതിലും ആ ഒരു ബെൽ ഷേപ്പ് കാണുന്നില്ല. സ്റ്റെം ആൻഡ് ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റെം ആണ് പൊതുവെ ഒരു ഡാറ്റയ്ക്ക് ഉണ്ടാവുക. 1.1 അങ്ങനെയുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഇത് ഒറ്റ വാല്യൂ ഇല്ല. 2.2 ഒരെണ്ണം ഉണ്ട്. വീണ്ടും 2 വേറെ ഇല്ല. 2.6 1 2.88 3.0 3.0 3.0 13 പേരുണ്ട്. അങ്ങനെ അങ്ങനെയാണ് ഇത് വായിക്കുക. സ്റ്റെം ആൻഡ് ലീഫ് നോക്കുമ്പോഴും ഡാറ്റ നോർമൽ അല്ല. ക്യൂ പ്ലോട്ട് നോക്കുമ്പോഴും ഡേറ്റ അകന്നകന്ന് നിൽക്കുകയാണ് വരയിൽ നിന്നിട്ട്. അപ്പൊ അത്ര നോർമൽ ഒന്നുമല്ല. ഡീട്രെൻഡ് ചെയ്ത് കഴിയുമ്പോഴും അകലങ്ങൾ തുല്യമല്ല. ഇവിടെ മീനും മീഡിയനും തമ്മിലുള്ള മീഡിയനും Q1 Q3, താഴെയുള്ളത് Q1 മുകളിലുള്ളത് Q3 നടുക്കുള്ളത് മീഡിയൻ Q2. ഇത് ഏകദേശം നടുക്കാണ് കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ ടെസ്റ്റ് ഫെയിലിയർ ആയിരുന്നു. ക്രെഡിബിലിറ്റി ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ, അത്ര നോർമൽ കർവ് ഒന്നും അല്ല. സ്റ്റെം ആൻഡ് ലീഫ് നോർമൽ കർവ് അല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ബോക്സ് പ്ലോട്ട് ചാർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. സപ്പോസ് ഈ വരയുടെ കീഴിൽ ഇതിനെ വിസ്കർ എന്നാണ് പറയുന്നത്. ബോക്സ് പ്ലോട്ടിൽ പൂച്ചയുടെ മീശ വിസ്കർ. ഈ വിസ്കറിന്റെ താഴെയോ മുകളിലോ വരികയാണെങ്കിൽ അതിനെ ഔട്ട്ലയേഴ്സ് എന്നാണ് പറയുക ഡാറ്റയ്ക്ക് കേട്ടോ. അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസിൽ വരുന്നതാണ്. അപ്പൊ എനിവേ ഡാറ്റ നോർമൽ അല്ല. സോ ഞാൻ ആ ടെസ്റ്റിന്റെ ടേബിൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയും, ടെസ്റ്റ് ഓഫ് നോർമാലിറ്റി ഇട്ടിട്ട് ഞാൻ പറയും ഡാറ്റ ഇസ് നോട്ട് ഫൗണ്ട് ടു ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് എ പി വാല്യൂ ലെസ് ദാൻ 0.05. നോൺ പാരാമെട്രിക് പ്രൊസീജിയേഴ്സ് ആർ റെക്കമെൻഡഡ് ഫോർ ഇൻഫറൻസസ് എന്ന് പറയും. തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ പാരാമെട്രിക് മാത്രമല്ല പാരാമെട്രിക്കും കാണിക്കുന്നു മാത്രം. ഓക്കെ, ഇനി ഞാൻ ഓരോ ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. അട്രാക്റ്റീവ്നെസ് സിഗ്നിഫിക്കന്റ് ആണോ അല്ലേന്ന് എനിക്കറിയണം. അതുപോലെ ക്രെഡിബിലിറ്റി, ആഡ് റീകോൾ, പെർച്ചേസ് ഇതൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 1 സാമ്പിൾ ടി ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഒരു ഒറ്റ സാമ്പിൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 സാമ്പിൾ ടി ടെസ്റ്റ്. സോ കമ്പയർ മീൻസ് 1 സാമ്പിൾ ടി ടെസ്റ്റ്. ഈ ഓരോ വാല്യൂസിന്റെയും ഇതിന്റെ ന്യൂട്രൽ വാല്യൂ എത്രയായിരുന്നു? 3 അല്ലേ? അപ്പൊ ടെസ്റ്റ് വാല്യൂ 3 എന്ന് കൊടുക്കണം, 0 അല്ല കേട്ടോ. നമ്മൾ ന്യൂട്രൽ വാല്യൂ 0 അല്ല 3 ആയിരുന്നു. അപ്പൊ 3 ഒന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ കൊടുക്കുന്നു. So they will generate a t-test tables. T-test table കിട്ടി. Mean 3.9, 2.5, 3.85, 2.54. Degrees of freedom 108 ആണ്. 109 -1. സിഗ്നിഫിക്കൻറ്റ് വാല്യൂ എല്ലാം 0.00 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് എന്താണ്? വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ ചെറിയ വാല്യൂ ആണ്. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റെൻഡഡ് വാല്യൂസ് നമുക്ക് കാണിച്ചു തരും. ഇത് കണ്ടുവോ? 1.4192E -27 എന്നാണ്. അതായത് ഡോട്ട് കഴിഞ്ഞ് 27 0 കഴിഞ്ഞിട്ട് 14192 അതാണ് വാല്യൂ. 27 0 കഴിഞ്ഞിട്ടാണ്. അത്രയും ചെറിയ വാല്യൂ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 0.00001 5 0 ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചുരുക്കി വന്നിട്ടുള്ളത്. എനിവേ ദീസ് ആർ ലെസർ വാല്യൂസ്. അപ്പൊ നമ്മൾ എന്ത് സ്റ്റാർ കൊടുക്കും? ഡബിൾ സ്റ്റാർ കൊടുക്കാം. ഇറ്റ് ഇസ് ലെസ് ദാൻ 0.01, ഹൈലി സിഗ്നിഫിക്കൻറ്റ്. ദിസ് ഇസ് വാട്ട് യു ക്യാൻ റിപ്പോർട്ട്. ഈ 2 ടേബിൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം. എന്താണ് അഭിപ്രായം പറയേണ്ടത്? അട്രാക്റ്റീവ്നെസ് സിഗ്നിഫിക്കൻ്റ്ലി പോസിറ്റീവ് 3.9 ആണ്, ഹയർ വാല്യൂ ആണ്. ക്രെഡിബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി നെഗറ്റീവ്, ക്രെഡിബിലിറ്റി ഇല്ല എന്നാണ് കാണിക്കുന്നത്. ആഡ് റീകോൾ സിഗ്നിഫിക്കൻ്റ്ലി പോസിറ്റീവ്, റീകോൾ ഉണ്ട്, പോസിറ്റീവ് ആണ്. പർച്ചേസ് ഇന്റൻഷൻ സിഗ്നിഫിക്കൻ്റ്ലി നെഗറ്റീവ് ആണ്, പർച്ചേസ് ഇന്റൻഷൻ ഇല്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല വാല്യൂ. ഓക്കെ, ദീസ് ആർ ദി റിക്വയർമെന്റ്. ഇൻഡിവിജ്വൽ റിക്വയർമെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ആദ്യം 1 സാമ്പിൾ ടി ടെസ്റ്റ്. ഇത് തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വന്നിട്ട് നമുക്ക് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. അതിനുവേണ്ടി ഞാനൊരു പുതിയ വേരിയബിൾ ഇവിടെ, നമുക്ക് 4 വേരിയബിൾ അല്ലേ ഉള്ളത്.
അപ്പൊ 4 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. D2 D4 ഡമ്മി വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ ട്രാൻസ്ഫോം റീകോഡ് ഇൻ ടു സെയിം വേരിയബിൾസ്. അതിപ്പോ ബ്ലാങ്ക് ആയിരിക്കുമല്ലോ, അതിന് വേരിയബിൾ വാല്യൂ ഒന്നും ഇല്ല. പകരം ഞാൻ അതിന് ആ ബ്ലാങ്കിനെ എല്ലാം 3 ആയിട്ട് മിഡിൽ വാല്യൂ, നമ്മുടെ അസ്യൂംഡ് മിഡിൽ വാല്യൂ 3 അല്ലേ, 3 ആയിട്ട് കൊടുക്കാൻ പറയാണ്. സിസ്റ്റം ഓർ യൂസർ മിസ്സിംഗ് ഡാറ്റയ്ക്ക് 3 ആണെന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഇസ് റീകോഡിങ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന്റെ സെയിം വേരിയബിൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊക്കെ ഇപ്പോൾ വാല്യൂ വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ എന്താ ചെയ്യുക, ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എന്താ ഡാറ്റ വ്യൂവിൽ ഇവിടെ എല്ലാം വന്നു, എല്ലാത്തിനും 3 ഡീഫോൾട്ടായിട്ട് വന്നു. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ചെയ്യണം. നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ലെഗസി ഡയലോഗ്സ്, 2 റിലേറ്റഡ് സാമ്പിൾസ് എടുക്കുക. എന്നിട്ട് അട്രാക്റ്റീവ്നെസ്സും D1 കമ്പയർ ചെയ്യുക, ക്രെഡിബിലിറ്റിയും D2 കമ്പയർ ചെയ്യുക, ആഡ് റീകോളും D3 കമ്പയർ ചെയ്യുക, പെർച്ചേസ് ഇന്റൻഷനും D4 കമ്പയർ ചെയ്യുക. വിൽകോക്സൺ ടെസ്റ്റ് ആണ് ഇവിടെ തന്നെത്താനുള്ളത്. സൈൻ ടെസ്റ്റ് ചെയ്താലും മതി കേട്ടോ, 1 സാമ്പിൾ സൈൻ ടെസ്റ്റ്. പക്ഷെ അതിനേക്കാൾ നല്ലത് വിൽകോക്സൺ ആണ്. ഓക്കെ, again we will get 2 tables. You can copy paste the tables into the data and ഇതെല്ലാം എന്ത് തന്നെയാണ്, സിഗ്നിഫിക്കന്റ് തന്നെയാണ്. അപ്പൊ ടി ടെസ്റ്റ് ചെയ്തതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, വാല്യൂല് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതും സിഗ്നിഫിക്കന്റ് തന്നെയാണ്, ഫൈൻഡിങ്ങിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡാറ്റ നോർമൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞത്. ഇനി എനിക്ക് ജെൻഡർ വൈസ് വ്യത്യാസം ഉണ്ടോ ഇല്ലെന്ന് അറിയണം അഭിപ്രായത്തിൽ. ദാറ്റ് ഇസ് ഐ എം കമ്പയറിംഗ് 2 സാമ്പിൾസ്, 2 മീൻസ്, മെയിലും ഫീമെയിലും അല്ലേ ഉള്ളൂ. സോ ഫോർ കമ്പയറിംഗ് 2 മീൻസ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ അനലൈസ് കമ്പയർ മീൻസ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. അടുത്തത് 1 സാമ്പിൾ കഴിഞ്ഞു, ഇനി ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. അതിൽ ജെൻഡറിന്റെ ഗ്രൂപ്പിംഗ് വേരിയബിൾ ആക്കി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള വേരിയബിൾസ് ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ബികോം കുട്ടികളാണെങ്കിൽ ഇത് ടെസ്റ്റിംഗ് നിങ്ങൾക്ക് വേണ്ട, പകരം നിങ്ങൾക്ക് എന്ത് മതി, ഈ മീൻ ടേബിൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ടെസ്റ്റ് ഡാറ്റ ബികോംകാർ ഉപയോഗിക്കേണ്ട, ബികോംകാർ ഇത് മാത്രം കൊണ്ട് ബേസ് കിട്ടാൽ മതി. അപ്പൊ 3.9 4 മെയിലിന് ചെറിയ ആധിപത്യമുണ്ട്. അട്രാക്റ്റീവ്നെസ് കൂടുതലുണ്ടെന്ന് മെയിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രെഡിബിലിറ്റി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ്. ആഡ് റീകോൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ്. പർച്ചേസ് ഇന്റൻഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ്. മീൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഡിഗ്രി പ്രൊജക്ട് അല്ലേ, നിങ്ങൾക്ക് അഭിപ്രായം പറയാം, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് പി ജിക്കാരാകുമ്പോൾ ടി ടെസ്റ്റിലേക്ക് വരണം. ഇവിടെ സിഗ്നിഫിക്കൻസ് വാല്യൂ നോക്കി കഴിയുമ്പോൾ എന്താണ്, ഈക്വൽ വേരിയൻസ് അസ്യൂംഡ് എല്ലാം നോട്ട് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ നേരെ വരിക, പി വാല്യൂ നോക്കുക, എല്ലാം വലിയ വാല്യൂസ് ആണ്. വിച്ച് മീൻസ് ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് attractiveness, credibility, ad recall and purchase intention of celebrity endorsements towards jewelry products. അങ്ങനെ പറയാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ഇത് നോർമൽ ആണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഡാറ്റ നോർമൽ അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അനലൈസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ലെഗസി ഡയലോഗ്സ്, 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾസ്. മാൻ വൈറ്റ്നി യു ടെസ്റ്റ് ആണ് അവിടെ ചെയ്യുക. ഗ്രൂപ്പിംഗ് വേരിയബിൾ ജെൻഡർ ആണ്. അട്രാക്റ്റീവ്നെസ്, ക്രെഡിബിലിറ്റി, ആഡ് റീകോളും പർച്ചേസ് ഇന്റൻഷനും ആണ് നമ്മുടെ വേരിയബിൾസ്. ജെൻഡർ എടുത്തു, 1 ഉം 2 ആണ് നമ്മുടെ കോഡുകൾ, അത് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി ഇവിടെ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ് ടിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ കൊടുത്തു. മീൻ റാങ്ക് വെച്ചിട്ടായിരിക്കും ഇത് കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്, ക്യൂട്ടി ബുക്കിൽ പഠിക്കുന്നതാണല്ലോ, ചെയ്യാൻ പഠിക്കുന്നതാണ്. അഗെയിൻ ദ പി വാല്യൂസ്, സിഗ് വാല്യൂസ് എല്ലാം വലിയ വാല്യൂസ് ആണ്. നോ സിഗ്നിഫിക്കന്റ് അസോസിയേഷൻ, ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് അസോസിയേഷൻ. അപ്പോൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് കണ്ടു, മാൻ വൈറ്റ്നി യു ടെസ്റ്റ് കണ്ടു. ഇനി എനിക്ക് ഏജ് വൈസ് കമ്പയർ ചെയ്യണം. ഏജ് എന്ന് പറയുമ്പോൾ 2-ലധികം ഗ്രൂപ്പ് ഉണ്ട്. കമ്പയറിംഗ് മോർ ദാൻ 2 മീൻസ്, അതിന് 1 വേ അനോവ ആണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അനലൈസ്, കമ്പയർ, 1 വേ അനോവ. ഏജ് ആണ് ഫാക്ടർ, ഡിപ്പെൻഡന്റ് ലിസ്റ്റ് ഇതെല്ലാം എടുത്തു. ഈ അനോവ കണ്ടുപിടിക്കുക ഒരു കുഴപ്പമേ ഉള്ളൂ, മീൻസ് അവർ റിപ്പോർട്ട് ചെയ്യില്ല കേട്ടോ.
അനോവയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവർ ടെസ്റ്റ് റിസൾട്ട് മാത്രമേ കാണിച്ചു തരുള്ളൂ. ടെസ്റ്റ് റിസൾട്ട് കാണിച്ചു തന്നതാ എല്ലാം സിഗ്നിഫിക്കൻ്റ്, സോറി ഇത് നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂ തെറ്റിപ്പോയി. D1 D2 സെലക്ട് ചെയ്ത് കൊടുത്തത് കണ്ട. നമ്മളെ അട്രാക്റ്റീവ്നെസ് ഒക്കെ കൊടുക്കുന്നതിന് പകരം D1 D2 D3 സെലക്ട് ചെയ്ത്. അതിൽ വ്യത്യാസമില്ലല്ലോ, എല്ലാം 3 അല്ലേ. അതാണ് 0 0 എന്ന് വന്നു, ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു വന്നു. നമ്മൾ സെലക്ട് ചെയ്ത് വാല്യൂ മാറിപ്പോയി. അട്രാക്റ്റീവ്നെസ്, ക്രെഡിബിലിറ്റി, റീകോൾ ആൻഡ് പർച്ചേസ് ഇന്റൻഷൻ. ഇതാ ഇതും പി വാല്യൂസ് ഒക്കെ വളരെ വലിയ വാല്യൂസ് ആണ്. 40, 55, 53, 25 ഒക്കെയാണ്, എല്ലാം വലിയ വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ പറയും there is no significant association between age and attractiveness, credibility, ad recall and purchase intention of celebrity endorsements in jewelry products എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ മീൻ കാണണമെങ്കിലോ എന്ത് ചെയ്യണം? ബികോംകാരാണെങ്കിൽ എന്ത് ചെയ്യണം? ടേബിൾസ് എടുക്കുക, കമ്പയർ മീൻസ് എടുക്കുക, മീൻസ് കൊടുക്കുക. ബികോംകാരാണെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് ഏജ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നിവിടെ പറഞ്ഞേക്കുക. ജെൻഡർ വെച്ചിട്ട് വേണമെങ്കിൽ ജെൻഡർ കൂടെ കൊടുത്താൽ മതി, ഇൻഡിപെൻഡന്റിൽ തന്നെ കൊടുത്താൽ മതി. ജെൻഡറും ഏജും ഇൻഡിപെൻഡന്റിലാണെന്ന് പറഞ്ഞേക്കുക. എന്നിട്ട് ഈ അട്രാക്റ്റീവ്നെസിന്റെയും ക്രെഡിബിലിറ്റിയുടെയും ആഡ് റീകോളിന്റെയും പർച്ചേസ് ഇന്റൻഷൻ മീൻ ഞങ്ങൾക്ക് വേണം എന്നോട് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ അത് തരും, എല്ലാം തരുന്ന ആളാണ്. ഇതാ ഈ ടേബിൾ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കമ്പയർ ചെയ്തുകൂടെ? ഇനി ജെൻഡർ വൈസ് അവിടെ ഉണ്ട്. സോ ഏജ് വൈസുള്ള കമ്പാരിസൺ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജെൻഡർ വൈസുള്ള കമ്പാരിസണും അവൈലബിൾ ആണ്. യു ക്യാൻ കമ്പയർ. ബികോം ലെവലിൽ നമുക്ക് ഈ 2 ടേബിൾ മതി. എംകോം ആകുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി വൺ വേ അനോവ ഡാറ്റ നോർമൽ ആണെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ ഡാറ്റ നോർമൽ അല്ല. അപ്പൊ വീണ്ടും അനലൈസ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ലെഗസി ഡയലോഗ്സ്, കെ ഇൻഡിപെൻഡന്റ് സാമ്പിൾ. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 2 എന്നാണ് അർത്ഥം SPSS കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഗ്രൂപ്പിംഗ് വേരിയബിൾ ഏതാണ്? ഏജ്. എന്നിട്ട് താഴെ വന്നിട്ട് നമ്മുടെ വേരിയബിൾസ് 4 എടുക്കുന്നു. ക്രിസ്കൽ വാലിസ് H ടെസ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏജിന്റെ ഗ്രൂപ്പ് റേഞ്ച് പറയണം. 1 മുതൽ 3 വരെയുള്ള ഗ്രൂപ്പാണല്ലോ നമ്മുടെ ഉള്ളത്, അത് കൊടുത്തേക്കുക. 10 കൊടുത്താലും ഒരു കുഴപ്പമില്ല, 3 ഉള്ളൂ. സോ യു വിൽ ഹാവ് റാങ്ക് വാല്യൂസ് ആൻഡ് ടെസ്റ്റ് വാല്യൂ. എഗെയിൻ ടെസ്റ്റ് വാല്യൂ എല്ലാം 0.386, 0.665, 0.526, 0.296 എല്ലാം വലിയ വലിയ വാല്യൂസ് ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡാറ്റ അസോസിയേറ്റഡ് അല്ല. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് അസോസിയേഷൻ. ഓക്കെ, ടെസ്റ്റിംഗ് കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1 സാമ്പിൾ ടി ടെസ്റ്റ്, വിൽകോക്സൺ ടെസ്റ്റ്, അത് നോൺ പാരാമെട്രിക്. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ്. 1 വേ അനോവ, ക്രിസ്കൽ വാലിസ്. ഓക്കെ, പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റും ചെയ്യാം കേട്ടോ. അപ്പൊ അട്രാക്റ്റീവ്നെസ്സും ക്രെഡിബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്യാം. അതിന് പകരം വിൽകോക്സൺ ഉപയോഗിച്ചിട്ട് നോൺ പാരാമെട്രിക്കിലും ചെയ്യാം. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ കമ്പയർ മീൻസ് പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ്. ഒരേ സാമ്പിളിൽ നിന്ന് ഡ്രോ ചെയ്ത 2 വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അട്രാക്റ്റീവ്നെസ്സും ക്രെഡിബിലിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ കമ്പയർ. അപ്പോൾ അവർ പറയും യെസ് ദർ ഇസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്. വ്യത്യാസമുണ്ട്, എടുത്തു പറയത്തക്ക വ്യത്യാസമുണ്ട്. സിഗ് വാല്യൂ 0.000 ആണ്, വളരെ വ്യത്യാസമുണ്ട്. മീൻ കണ്ടാൽ തന്നെ അറിയാം, ഒരെണ്ണം സിഗ്നിഫിക്കൻ്റ്ലി പോസിറ്റീവ് ആണ്, മറ്റേ സിഗ്നിഫിക്കൻ്റ്ലി നെഗറ്റീവ് ആണ്. സോ ദർ ഇസ് ഡിഫറൻസ്. അപ്പൊ അങ്ങനെ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷേ നമ്മുടെ മോഡൽ ഇതല്ല. നമുക്കറിയേണ്ടത് അട്രാക്റ്റീവ്നെസ്സും ക്രെഡിബിലിറ്റിയും ബ്രാൻഡ് റീകോളിനെയും അതുപോലെ തന്നെ പർച്ചേസ് ഇന്റൻഷനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? കോറിലേഷൻ അനാലിസിസ് ആണ്. ബേസിക് അനാലിസിസ് പ്രൊസീജിയേഴ്സിന് നമ്മളപ്പോൾ കോറിലേഷനിലേക്ക് വരികയാണ്. കോറിലേഷൻ ബൈവേരിയേറ്റ് ആണ് തൽക്കാലം ഞാൻ എടുക്കുന്നത്. പക്ഷേ സത്യത്തിൽ അഡ്വാൻസ്ഡ് അനലിറ്റിക്സിൽ എപ്പോഴും പാർഷ്യൽ കോറിലേഷൻ വേണം ചെയ്യാൻ. ഞാനത് കുട്ടികൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ബൈവേരിയേറ്റ് തന്നെ പറയുന്നു. ബൈവേരിയേറ്റിൽ നമ്മൾ ഈ 4 വേരിയബിൾസും തമ്മിലുള്ള കോറിലേഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അട്രാക്റ്റീവ്നെസ്, ക്രെഡിബിലിറ്റി, ആഡ് റീകോൾ, പർച്ചേസ് ഇന്റൻഷൻ. പിയേഴ്സൺ ഡാറ്റ നോർമൽ ആണെങ്കിൽ പിയേഴ്സൺ കോറിലേഷൻ ആണ്. ഡാറ്റ നോർമൽ അല്ലെങ്കിൽ സ്പിയർമാൻ കോറിലേഷൻ ആണ്. രണ്ടും രണ്ടാണ്. ഓക്കെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? അട്രാക്റ്റീവ്നെസ്സിന്റെ നേരെ താഴത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ്നെസ് ഇസ് കോറിലേറ്റഡ് വിത്ത് ആഡ് റീകോൾ ബട്ട് നോട്ട് കോറിലേറ്റഡ് വിത്ത് പർച്ചേസ് ഇന്റൻഷൻ. ക്രെഡിബിലിറ്റി ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ആഡ് റീകോൾ ബട്ട് നോട്ട് ഓൾസോ വിത്ത് പർച്ചേസ് ഇന്റൻഷൻ. ക്രെഡിബിലിറ്റിക്ക് രണ്ടുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അട്രാക്ഷൻ എന്തിലേക്ക് ബന്ധമില്ല?
പർച്ചേസ് ഇൻഡെക്സിലേക്ക് ബന്ധമില്ല. ക്രെഡിബിലിറ്റി നെഗറ്റീവ് ആണ് കേട്ടോ. ക്രെഡിബിലിറ്റിയും പർച്ചേസ് ഇൻഡെക്സിനും നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ദേ ആർ കണക്റ്റഡ്, ദേ ആർ കോറിലേറ്റഡ്. ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ പർച്ചേസ് ഇൻഡെക്സിനും ഉണ്ട് എന്നുള്ളതാണ് അവസ്ഥ. സോ ആഡ് റീകോൾ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. സോ ദിസ് ടേബിൾ ക്യാൻ ബി റിപ്പോർട്ടഡ്. ഈ ടേബിൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഫുൾ ടേബിൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതാണ് അത് കാണിച്ചു തരുന്നത്. നമ്മൾ കോറിലേഷൻ ടേബിൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലൂടെ മാത്രമേ നമ്മൾ ഇത് കാണിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനം ഇതങ്ങോട്ട് കളയും. കാര്യം ഇത് റിപ്പിറ്റേഷൻ ആണ്. ദാറ്റ് വാല്യൂസ് ആർ റിപ്പിറ്റേഷൻസ്. നമുക്ക് ഇത് മതി. ആ 111 എന്നുള്ള വാല്യൂ ഒരു ലൈനിൽ ഇങ്ങനെ ഇരിക്കും, ബാക്കി വാല്യൂസ് നമ്മൾ കളയും. ഇത് വെച്ചിട്ട് നമ്മൾ വായിക്കാം. ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക. അട്രാക്റ്റീവ്നെസ് മറ്റ് വേരിയബിൾ ആയിട്ട് എന്തൊക്കെയുണ്ട്, ക്രെഡിബിലിറ്റി മറ്റ് വേരിയബിൾ ആയിട്ട് എന്തൊക്കെയുണ്ട്, ആഡ് റീകോൾ മറ്റ് താഴത്തേക്കുള്ള വേരിയബിൾ എന്തായിട്ടുണ്ട്, പർച്ചേസ് ഇൻഡെക്സ് എന്തായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് റിപ്പോർട്ടഡ്. നോർമലി കോറിലേഷൻ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇട്ടോളൂ, അല്ല ഒരു കുഴപ്പമില്ല. വാല്യൂസ് വിൽ ബി ദെയർ. കാര്യം ഈ 414 തന്നെയാണ് ഇവിടുത്തെ 414, ഈ 301 തന്നെയാണ് ഇവിടുത്തെ 301, ഈ 670 തന്നെയാണ് ഇവിടുത്തെ 607, ഈ 324 തന്നെയാണ് ഇവിടുത്തെ 324. അതുകൊണ്ടാണ് അത് കളഞ്ഞത്. ഒരേ ഡാറ്റ രണ്ടിടത്ത് കിടക്കേണ്ട കാര്യമില്ല വെച്ചിട്ടാണ് അത് കളയുന്നത്. കാണാനുള്ള ഭംഗിയും ഇതൊക്കെ റിപ്പോർട്ടിംഗ് നമ്മൾ ഭംഗിക്ക് വേണ്ടി കൂടി ചെയ്യുന്നതാണല്ലോ. അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പിയർമാൻ കോറിലേഷൻ ആണ് നോൺ പാരാമെട്രിക് മെത്തേഡിൽ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കോറിലേഷൻ തന്നെ എടുക്കുന്നു, ബൈവേരിയറ്റ് എടുക്കുന്നു, ഇത് മാറ്റി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിയേഴ്സ് മാറ്റിയിട്ട് സ്പിയർമാൻ മതി എന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. വി വിൽ ഹാവ് എ ഡിഫറെന്റ് ടേബിൾ. അത്രേ ഉള്ളൂ. വാല്യൂസ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. കാര്യം ഇത് റാങ്ക് കോറിലേഷൻ ആണ്. ആ വ്യത്യാസമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റിയിൽ ബികോമിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, കോറിലേഷൻ. ഇനി എനിക്ക് അതല്ല, റിഗ്രഷൻ ചെയ്യണം. എനിക്ക് അട്രാക്റ്റീവ്നെസ്സും ക്രെഡിബിലിറ്റിയും എത്രത്തോളം പർച്ചേസ് ഇന്റൻഷൻ സ്വാധീനിക്കുന്നു എന്ന് റിഗ്രസ് ചെയ്യണമെന്നാണെങ്കിൽ റിഗ്രഷൻ ലീനിയർ കൊടുക്കാം. ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ ആഡ് റീകോളിനെ ഡിപ്പെൻഡന്റ് ആക്കി വെച്ചിട്ട് അട്രാക്റ്റീവ്നെസ്സും ക്രെഡിബിലിറ്റിയും ഇൻഡിപെൻഡന്റ് ആക്കി വെക്കുകയാണ്. ഓക്കെ, സോ മോഡലിന്റെ R² വാല്യൂ ഒക്കെ ഇവിടെ കാണിച്ചു തരും. ഈ R, ക്യാപിറ്റൽ ലെറ്റർ R എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. സ്മോൾ ലെറ്റർ R എന്ന് വെച്ചാൽ സിമ്പിൾ കോറിലേഷൻ. R² എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എത്ര ശതമാനത്തോളം മറ്റേത് സ്വാധീനിക്കുന്നു എന്നാണ്. ഇത് 0.23 ഉള്ളൂ, വളരെ വീക്കാണ്. അത്ര വലിയ ഡിറ്റർമിനേഷൻ ഒന്നും ഇല്ല. ഈ ടേബിളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക റിഗ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെ റിഗ്രഷൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ മാറ്റിയിട്ട് പർച്ചേസ് ഇൻഡെക്സ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റിഗ്രഷൻ കാണിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. വെറുതെ ചെയ്ത് കുളമാക്കണമെന്നില്ല. കാര്യം എല്ലാ ഡാറ്റയിലും ഇത് എലിജിബിൾ അല്ല. ഡാറ്റ നോർമൽ ആണെങ്കിൽ മാത്രമേ റിഗ്രഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഡാറ്റ നോർമൽ അല്ല, അതുകൊണ്ടാണ് ഇതൊന്നും മര്യാദയ്ക്ക് വരാത്തത്. ഓക്കെ, ഇവിടെ R² ഇത്തിരി കുറച്ചുകൂടി നല്ല വാല്യൂ വന്നിട്ടുണ്ട്. പർച്ചേസ് ഇൻഡെക്സിലേക്ക് കുറച്ചുകൂടി നല്ല വാല്യൂ ആണ് വന്നിട്ടുള്ളത്. മോഡൽ കുറച്ചുകൂടി ഫിറ്റ് ആണ്. R² 0.443 ഉണ്ട്. കോഎഫിഷ്യൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കണ്ടില്ലേ ബീറ്റ വാല്യൂ. ക്രെഡിബിലിറ്റി ആണ് പർച്ചേസ് ഇൻഡെക്സിനെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അട്രാക്റ്റീവ്നെസ്സിന് വലിയ റോളൊന്നും ഇല്ല. കോഎഫിഷ്യന്റ് വാല്യൂ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അഭിപ്രായങ്ങൾ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കലല്ലോ എൻ്റെ ജോലി. അതുകൊണ്ടാണ് ഇത് കോറിലേഷൻ റിഗ്രഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു എന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ദെൻ ഇത് ഇത്രയാണ് ഇത് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ബേസിക് ടെസ്റ്റ് കൂടി നമ്മൾ പറയുകയാണ്, chi-square ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് സപ്പോസ് ഒറ്റ ഡാറ്റയുടെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ നോൺ പാരാമെട്രിക്കിൽ chi-square ഉണ്ട് കേട്ടോ. നോൺ പാരാമെട്രിക്കിൽ chi-square ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഒരു ഡാറ്റ വൺ വേ ഡാറ്റ ആണെങ്കിൽ. പക്ഷേ പൊതുവേ നമ്മൾ chi-square ചെയ്യുന്നത് അസോസിയേഷൻ കണ്ടുപിടിക്കാനാണ്, നോമിനൽ ബൈ നോമിനൽ. ഈ ഇവിടുത്തെ എക്സാമ്പിൾ പറയുമ്പോൾ ജെൻഡറും ഏജും തമ്മിൽ അസോസിയേഷൻ ഉണ്ടോ അത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സപ്പോസ് ജെൻഡറും അവയർനെസ്സും ആണെന്ന് വെറുതെ നിങ്ങൾ വെറുതെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ക്രോസ് ടാബ്സ്. നമ്മൾ നേരത്തെ എടുത്താണ് ജെൻഡറും ഏജും. ഇവിടെ വന്നിട്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയിട്ട് എനിക്ക് chi-square കൂടി വേണമെന്ന് പറയും. അതാണ് ചെയ്യാം. ഇനി
Chi-square ചെയ്യുമ്പോൾ ഒരു എലിജിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു എക്സ്പെക്ടഡ് വാല്യൂസ് ഓഫ് എ പർട്ടിക്കുലർ സെൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 5. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 5 ഇറ്റ് ഷുഡ് ബി ക്ലബ്ഡ് വിത്ത് ദ നെക്സ്റ്റ്. പക്ഷേ 80% സെല്ലുകളിലും അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ Chi-square ഉപയോഗിക്കാനേ പാടില്ല. പകരം ക്രാമേഴ്സ് വിയും 5ഉം ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കാം. പ്രോജക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, സ്റ്റുഡൻറ് പ്രോജക്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ Chi-square ക്ലിക്ക് ചെയ്യുന്നു, ടെസ്റ്റ് വന്നു, നോട്ട് സിഗ്നിഫിക്കൻറ്റ്, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് അസോസിയേഷൻ. ഈ 2 ടേബിൾ റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത്. സോ നമ്മൾ കുറേ ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ മെത്തേഡ്സ് പറഞ്ഞു. ഇത് റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് കിട്ടും. ആ റെക്കോർഡഡ് വേർഷൻ നോക്കിയിട്ട് റിപ്ലിക്കേറ്റ് വാട്ട് എവർ ഐ ടോൾഡ് യു. കാര്യം ആകെ 1 മണിക്കൂർ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ സ്ലോ ആയിട്ട് പറയാൻ പറ്റില്ല. കാര്യങ്ങൾ തീരില്ല. അപ്പം ഇത്രയെങ്കിലും മിനിമം എനിക്ക് പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാണ് ഞാനതെല്ലാം ഈ ഒരു സ്പീഡിൽ പോയിട്ടുള്ളത്. റെക്കോർഡഡ് വേർഷൻ കൂടി കിട്ടിക്കഴിയുമ്പോൾ ദോസ് ഹു ആർ ട്രൈയിങ് ടു പ്രാക്ടീസ് ബൈ ദെംസെൽവ്സ് പ്ലീസ് റിപ്പീറ്റ് ഓൾ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് യു ക്യാൻ ലേൺ. ഇത് ചെയ്ത് പഠിക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഇത് ഒരു തവണ ചുമ്മാ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഈ പൊട്ടം വെടിക്കിട്ട് കാണുമെന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ കണ്ടോണ്ട് നിന്നിട്ട് കേട്ടോണ്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. പഠിക്കാനുള്ള മനസ്സ് കാണിച്ചേ പറ്റൂ. പഠിക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ കയറാൻ മനസ്സ് കാണിക്കാത്ത അധ്യാപകർ പോലുമുള്ള നാടാണ്, റിസർച്ച് സ്കോളേഴ്സ് ഉള്ള നാടാണ്. ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്താൽ പോലും അതിൻ്റെ അകത്ത് കയറില്ല, സമയം കിട്ടിയില്ല, തിരക്കായി പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ കുട്ടികൾ അതിനേക്കാൾ മോശമായിട്ട് പറഞ്ഞേക്കാം എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ചെയ്ത് പഠിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഡിയർ പാർട്ടിസിപ്പൻസ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ലിങ്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് അരമണിക്കൂർ വരെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതുകൊണ്ട് അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനുള്ള സെഷനാണ് അടുത്തത്. നിങ്ങളുടെ ഈ ടെസ്റ്റ് അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെഷൻ ആരംഭിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക. All of you please. വിനീത് സാർ, ഒരു ഡൗട്ട് എനിക്കുണ്ടേ. അതായത് നമ്മൾ ഈ ഒരു പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും രണ്ട് ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതില് നേരത്തെ സാർ പറഞ്ഞു ഡാറ്റ നോർമൽ അല്ല എന്ന് നമ്മൾ ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഏതെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് ആണല്ലോ. അപ്പോ എപ്പോഴും ഒരു പാരാമെട്രിക് ടെസ്റ്റ് നടത്തിയതിനു ശേഷം അത് ഫെയിൽഡ് ആവുന്ന കേസിൽ മാത്രമേ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഇല്ല പാരാമെട്രിക് ടെസ്റ്റ് ഫെയിൽ ആവും. നോർമാലിറ്റി തന്നെ ഇല്ലാന്ന് വന്നില്ലേ, പിന്നെ പാരാമെട്രിക് ചെയ്യാൻ പറ്റൂല. അതെ, നോർമാലിറ്റിയുടെ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പാരാമെട്രിലേക്ക് പോവാം. ടെസ്റ്റ് തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. ടെസ്റ്റ് വല്ലപ്പോഴേ കിട്ടുള്ളൂ. പകരം നമുക്ക് ആ സ്ക്യൂനെസ് വിത്തിൻ റേഞ്ച് ആണ്, കർട്ടോസിസ് വിത്തിൻ റേഞ്ച് ഒക്കെ ആണെങ്കിൽ തൽക്കാലം അതുകൊണ്ട് ഹിസ്റ്റോഗ്രാം ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാം. പക്ഷേ ടെസ്റ്റും കൂടി കിട്ടിയാലേ നമുക്ക് സത്യം നല്ലോണം പോകണമെങ്കിൽ ടെസ്റ്റ് വാല്യൂ കൂടി ചേർത്ത് കിട്ടിയാലാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് സ്ക്യൂനെസും കർട്ടോസിസ് എങ്കിലും വിത്തിൻ ദ റേഞ്ച് ആയിരിക്കണം. ഓക്കെ ഓക്കെ ചോദിച്ചോളൂ സാർ. ഈ SPSS സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ഡെമോ വെർഷൻ അവൈലബിൾ ആണ്. അതേ നിയമപരമായിട്ട് കിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിയമവിരുദ്ധമാണ്. ഓക്കെ സാർ. എംകോം സ്റ്റുഡൻസ് പെട്ടെന്ന് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക. ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ്. സർ, റിലയബിലിറ്റിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പം അത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ അത് റെസ്പോണ്ടൻസിന്റെ ഭാഗത്തുനിന്ന് തന്നെ? റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങളുടെ രീതി ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് അറിയാൻ പറ്റും, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും 2 നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഇതിന് റിവേഴ്സ് കോഡ് ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. പക്ഷെ അങ്ങനെ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ റിലയബിലിറ്റി കിട്ടും. അങ്ങനെ റിവേഴ്സ് കോഡ് ചെയ്താലേ അങ്ങനെയുള്ള കേസിൽ റിലയബിലിറ്റി കിട്ടുള്ളൂ. അതായത് ഒരെണ്ണം പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഏറ്റവും നല്ല വാല്യൂ എന്നിരിക്കുന്നു. നേരെ മറിച്ച് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ ഏറ്റവും നല്ല വാല്യൂ 1 ആണ്. അപ്പോൾ ഇനി നമ്മൾ പറയും റീകോഡ് ഫംഗ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അതിനെ നമ്മൾ റീകോഡ് ചെയ്യും. എന്നിട്ട് പറയും 1 എന്ന് പറഞ്ഞാൽ ഇനി 5 ആണ്, 2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 5 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറയും, 1 എന്ന് പറയും. എന്നിട്ട് അതിന്റെ ഒരു പുതിയ ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. റിലയബിലിറ്റി കൂട്ടാനുള്ള നല്ലൊരു മെത്തേഡ് അങ്ങനെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്, മിക്സിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ പണി കൂടുതലാണ്. ഓക്കെ സർ. സർ, ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും തുടർച്ചയായിട്ട്, അതായത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനെയറിന്റെ അകത്ത് ആൾക്കാർക്ക് പെട്ടെന്ന്, കാരണം നോട്ട് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധയിൽ പെടണം എന്നില്ലല്ലോ, അത് മിക്സ് ചെയ്യുമ്പോൾ അല്ല, അത് നമ്മൾ ജെനുവിൻ ആൻസർ ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. ചിലപ്പോൾ ആൾക്കാർ വെറുതെ വട്ടം കുത്തി തരും. ജെനുവിൻ ആയിട്ട് എത്ര പേര് ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. പ്രൈമറി ഡാറ്റയുടെ ഏറ്റവും വലിയ കുഴപ്പം അത് തന്നെയാണ്. എത്ര പേര് ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. ആ കുഴപ്പം അതിലുണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് കൊച്ചി യൂണിവേഴ്സിറ്റി ഒരു ക്വസ്റ്റ്യനർ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരു കുറേ ചോദ്യങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചേക്കാണ്, നിങ്ങൾ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതായത് വായിക്കാതെ വട്ടം കുത്തി വിടുന്നവര് മിക്കവാറും ഡിസഗ്രി ഇടൂലല്ലോ, 3 or 4 ഒക്കെ ആയിരിക്കും ഇടുന്നത്. അതെ. അപ്പൊ അത് കൃത്യമായിട്ട് വായിക്കാത്തവരെ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാണ്. അത് ഒഴിവാക്കാം. നല്ല ഡാറ്റ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ കുട്ടികളാണെങ്കിലും വെറുതെ വായിച്ചു നോക്കാതെ വെറുതെ ക്ലിക്ക് ചെയ്ത പോലെ തോന്നുന്നു കുറച്ചു പേരെങ്കിലും. അതുകൊണ്ടാണ് എന്റെ ഉണ്ടായിരുന്ന റിലയബിലിറ്റി കൂടി ഇല്ല. 0.7 അപ്പൊ ഉണ്ടായിരുന്നു ചില വാല്യൂസ്, അത് കിട്ടിയില്ല. അടുത്ത സംശയം ചോദിച്ചു. അങ്ങനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുമ്പോൾ അവരോട് പറയാം, നിങ്ങൾ വായിച്ചു നോക്കി മര്യാദക്കുള്ളത് മതി, വെറുതെ വട്ടം കുത്തി തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുക. പ്രൊജക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ട് അവരുടെ അച്ഛനമ്മമാരോട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ തന്നെ മതി. 2 റെസ്പോൺസ് വെച്ചായില്ലേ വീട്ടിൽ നിന്ന്, ധാരാളം. നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 × 2 100 ആയില്ലേ, ധാരാളം. ഇനി അവരുടെ ഒരു അമ്മായിയും കൂടി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടി കൂടുതലായി. മാന്യമായിട്ട് കിട്ടുന്നതാണെങ്കിൽ അത് ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ഈ റിസർച്ചിൽ എപ്പോഴും ഒരു സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ എപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് വല്ലാണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം. ഈ റിസർച്ചിൽ തന്നെ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഡാറ്റ കളക്ഷൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, അനാലിസിസ് വേറെ ആരെങ്കിലും എഴുതിപ്പിക്കണം, റിപ്പോർട്ട് റൈറ്റിംഗ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, അവസാനം ഡിഗ്രി മാത്രം തലേ ചുമക്കാൻ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. അതൊക്കെ എത്തിക്സിന്റെ ഭാഗമാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ആദ്യത്തെ പോർഷൻ പറഞ്ഞത്, അതൊരു വലിയ സത്യമാണ്. കാര്യം ഒരു സെന്റൻസ് പോലും സ്വന്തമായിട്ട് എഴുതാതെ തീസിസ് സബ്മിറ്റ് ചെയ്ത ആൾക്കാർ എനിക്കറിയാം. ഒരു ചോദ്യത്തിന് പോലും ഓപ്പൺ ഡിഫൻസിന് ഉത്തരം പറയാതെ ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എനിക്കറിയാം. എല്ലാവരും ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഡൗട്ട്സ് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ആർക്കും ഡൗട്ടൊന്നും ചോദിക്കാനില്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. അതെ, ശരിയാണ്. ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അതേ സൈലൻസ് ആണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു സെഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സെഷന്റെ വാലിഡിക്ടറി സെഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരിയായ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു മാഡത്തെ ഈ ഒരു നന്ദി അർപ്പിക്കുന്നതിനുള്ള സെഷനിലേക്ക് ക്ഷണിക്കുന്നു. Hi, good evening all. Thank you, Vinit sir, for fruitfully enriching our third day workshop with simplified procedure, that is by collecting data through Google Forms and explaining it in simple way by using SPSS, by practicing it.
So I think this session is a good session that inspire all the participants to practice at least how this SPSS can be used in our research and project works. Thank you, sir. Thank you all participants for spending your valuable time with us. Thank you. താങ്ക് യു. ഓക്കെ സാർ, എങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം അല്ലേ? ശരി. ഓക്കെ, താങ്ക് യു സാർ. ബൈ. Okay, Vinod sir. Thank you. ശരി മാഷ്. Okay.